अजमेर जाने वाले मेरा सलाम कहना, अजमेर जाने वाले मेरा सलाम कहना, मेरा सलाम कहना। അജ്മീരിൽ വാഴും രാജാ മുഈനുദ്ദീൻ ഖാജ, അജ്മീരിൽ വാഴും രാജാ മുഈനുദ്ദീൻ ഖാജ, അജ്മീരിൽ വാഴും രാജാ അഹദിൻ വലി സിറാജ അറബി ബിലാദി തേജ, അഹദിൻ വലി സിറാജ അറബി ബിലാദി തേജ യാ ശൈഖ് മുഈനുദ്ദീൻ അജ്മീരിൽ വാഴും രാജാ മുഈനുദ്ദീൻ ഖാജ, അജ്മീരിൽ വാഴും രാജാ മുഈനുദ്ദീൻ ഖാജ, അജ്മീരിൽ വാഴും രാജാ സഞ്ചരിൽ ജാതനായി ശൈഖുൽ ഹിന്ദ് ഖാജ, അജ്മീർ ഖാജ ദിക്റും ഹദീസും ഫന്നും ഇൽമാൽ പൂത്ത രാജാ അജ്മീർ ഖാജ, അജ്മീർ ഖാജ 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 അജ്മീർ ഖാജ, ഖാജ ഖാജ അജ്മീർ ഖാജ, ഖാജ ഖാജ അജ്മീർ ഖാജ, ഖാജ ഖാജ അജ്മീർ ഖാജ യാ ശൈഖ് മുഈനുദ്ദീൻ അജ്മീരിൽ വാഴും രാജാ മുഈനുദ്ദീൻ ഖാജ, അജ്മീരിൽ വാഴും രാജാ മുഈനുദ്ദീൻ ഖാജ, അജ്മീരിൽ വാഴും രാജാ നാദ്രദന ധിരന നാദ്രദന ധിരന നാദ്രദന ധിരന നാദ്രദന നാദ്രദന ധിരന നാദ്രദന ധിരന നാദ്രദന ധിരന നാദ്രദന ധിരന 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 നാദ്രദന ധിരന നാദ്രദന ധിരന നാദ്രദന ധിരന നാദ്രദന നാദ്രദന ധിരന നാദ്രദന ധിരന നാദ്രദന ധിരന നാദ്രദന ഹന്ദൂസി തന്ന റൊട്ടി വാങ്ങി തിന്നു ഖാജ, അജ്മീർ ഖാജ സൂഫിസം തന്നിലേറെ ദർജ നേടി രാജാ അജ്മീർ ഖാജ, അജ്മീർ ഖാജ 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 അജ്മീർ ഖാജ, ഖാജ ഖാജ അജ്മീർ ഖാജ, ഖാജ ഖാജ അജ്മീർ ഖാജ, ഖാജ ഖാജ അജ്മീർ ഖാജ യാ ശൈഖ് മുഈനുദ്ദീൻ അജ്മീരിൽ വാഴും രാജാ മുഈനുദ്ദീൻ ഖാജ, അജ്മീരിൽ വാഴും രാജാ മുഈനുദ്ദീൻ ഖാജ, അജ്മീരിൽ വാഴും രാജാ മുഈനുദ്ദീൻ ഖാജ जाने वाले मुईनुद्दीन ख्वाजा मेरा सलाम कहना, मेरा सलाम
മൊഹിനുദ്ദീൻ ഖാജ അജ്മീരിൽ വാഴും രാജാ. പ്രിയമുള്ള സഹോദരന്മാരെ, ഞങ്ങൾ പരിപാടിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി റോട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സദസ്സക്ക് വന്നിരിക്കാൻ കേട്ടോ. എന്താ പറയുക, നിങ്ങൾക്ക് വന്നിരിക്കുമ്പോൾ അമ്പക്ക് ഇൻട്രസ്റ്റാ അല്ലെങ്കിൽ കുൻട്രസ്റ്റായി മാറും. അള്ളാഹു കാക്കുമാറാവട്ടെ. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇനി കഥയിലേക്ക്, നിങ്ങളിഞ്ഞ് വന്ന് ഇരുന്നില്ലെങ്കിൽ ഞങ്ങൾ കഥ പറയട്ടെ. അങ്ങനെ ഉണ്ടാവുമല്ലോ, ചില ഓരോ സംഗതി പറയുമ്പോൾ ചില സംഗതി അങ്ങനെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ആരും വന്നിരുന്നില്ലെങ്കിൽ ഞങ്ങൾ പാടിയിട്ടേ പോവുള്ളൂ. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു റാത്തീബ് നടത്ത കഥ പറയാറുണ്ട്. പഴയ കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ അബോക്കരിക്കാന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇവിടെ അബോക്കരിക്കാന്നോ അബോക്കരിച്ചാന്നോ പറയാം മക്കളെ? അബോക്കരിച്ചാന്നല്ലേ? അല്ല അല്ലേ? അല്ല ചോദിക്കണ കാരണം എന്താണെന്നറിയാം. എന്താ വെച്ചാൽ പഴയ ചില ഭാഗത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭാഷയ്ക്ക് വ്യത്യാസം. മംഗലാപുര ഭാഗത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭാര്യക്ക് പറയല് പെരിച്ചായി. അപ്പൊ അങ്ങനെ പല അല്ലേ? പെന്യായി. അപ്പൊ പല ഭാഗത്ത് പോകുമ്പോൾ ഭാഷകൾ വ്യത്യാസം ഉണ്ടാവും. ഏതാ ഞങ്ങളുടെ നാട്ടിൽ അബോക്കരിച്ചുണ്ടായിരുന്നു. മൂപ്പര് എല്ലാ വെള്ളിയാഴ്ച റാത്തീബ് നടത്തും. അപ്പൊ ഈ റാത്തീബോട് അയലക്കാർക്ക് വലിയ അടങ്ങാറായിട്ട് നേരം വെളുക്കോളും ഇങ്ങനെ റാത്തീബ് നടത്തുകയാണ്. കുട്ടികൾക്കൊന്നും കടന്നിറങ്ങാൻ വയ്യ, വലിയൊരു പ്രയാസമായപ്പോൾ എല്ലാവരും അയലക്കാരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് അമ്മക്ക് ഈ റാത്തീബ് ഒന്ന് നിർത്തലാക്കണം എന്ന് പറഞ്ഞു. റാത്തീബ് നിർത്തലാക്കണം. അപ്പൊ ആളുകൾ പല അഭിപ്രായം പെട്ടു. അപ്പൊ പറഞ്ഞു, അല്ലല്ല ആരാപ്പ അബോക്കരിച്ചാണ്ട് പോയി പറയാ റാത്തീബ് നിർത്തലാക്കണം? ഈ പറയും ഞാൻ പറയില്ല, ഈ പറയും ഞാൻ പറയില്ല, പിന്നെ ആരാ പറയാ? അവസാനം ഇവരെല്ലാരും കൂടി തീരുമാനത്തെത്തി നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാറുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് റാത്തീബ് ഒന്ന് നിർത്തലാക്കണം. അപ്പൊ എസ് ഐ ഇതിങ്ങനെ വായിച്ചിട്ട് പറഞ്ഞു, റാത്തീബ് എന്ന് പറഞ്ഞാൽ അതൊരു മതപരമായ കാര്യമില്ല, ഇതങ്ങനെ നിർത്താൻ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആ റാത്തീബ് നിർത്തലാക്കണം. എസ് ഐ പറഞ്ഞു, ശരി നമുക്കൊരു കാര്യം, കേസ് കോടതിക്ക് പോട്ടെ, കോടതി തീരുമാനിക്കട്ടെ. അങ്ങനെ കേസ് കോടതിയിലെത്തിയപ്പോ ജഡ്ജി ഇങ്ങനെ വായിച്ചിട്ട് ചോദിക്കുക, അല്ല എന്താ ഈ റാത്തീബ് എന്ന് പറഞ്ഞാല്? റാത്തീബ് എന്താന്ന് പറഞ്ഞാലല്ലേ ഇത് നിർത്തണോ വേണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. എന്താ ഈ റാത്തീബ്? അപ്പൊ നമ്മൾ അബോക്കരിച്ച പറഞ്ഞു, അത് പൊന്നാര സാറേ അതിപ്പോ അങ്ങനെ പറഞ്ഞു തരാനൊന്നും കഴിയൂല, അത് ചൊല്ലാനൊരു ടീമാണ്, അവര് വരലാണ്, അവര് ചൊല്ലലാണ്. ജഡ്ജി പറഞ്ഞു, ശരി കേസ് അടുത്ത ആഴ്ചയൊക്കെ നീട്ടി വെച്ചിട്ടുണ്ട്, റാത്തീബിന്റെ ആളുകൾ വരട്ടെ. പിറ്റത്തെ ആഴ്ച ജഡ്ജി കേസ് വിളിച്ചപ്പോ റാത്തീബിന്റെ ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുക. അപ്പൊ ജഡ്ജി ചോദിച്ചു, എന്താ റാത്തീബ് എന്ന് ചോദിച്ചപ്പോ ഈ വന്ന 10-12 ആളുകളുണ്ട്, ഒന്നായിട്ട് റൗണ്ടായിട്ടാണ് നിന്ന് നടുക്ക് എന്നിട്ട് തുടങ്ങി, ഹൂ അല്ലാഹു 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 അല്ലാഹു. സ്പീഡ് ഇങ്ങനെ കൂടാൻ തുടങ്ങിയപ്പോഴേ കോടതിയല്ലേ, അപശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല. ജഡ്ജി പറഞ്ഞു, സൈലന്റ്. എന്ത് സൈലന്റ്? അവർക്ക് ഒരു സ്പീഡ് ഇങ്ങനെ കൂടുക. അവസാനം ജഡ്ജി പറഞ്ഞു, പൊന്നാര അബോക്കരിച്ച ഒന്ന് നിർത്താൻ പറ, ഇത് കോടതിയാ, ഈ കോടതിയിൽ ഇതേ രൂപത്തിൽ ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല, ഒന്ന് നിർത്താൻ പറ. അബോക്കരിച്ച പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞാൽ നിൽക്കൂല, പിന്നെ അത് നിർത്തണല്ലോ, ഇത് കോടതിയാ, ഇവിടെ ഈ രൂപത്തിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കിയ ഫൈന് വരും, അതുകൊണ്ട് നിർത്താൻ പറ. ജഡ്ജിന്റെ ഈ പരാക്രമണം കണ്ടിട്ട് ഈ വന്ന 12 ആളെ കൂട്ടത്തിൽ ഒരാൾ അമീറായിരുന്നു. അയാൾ നേരെ സെൻട്രക്കാട് നിന്ന് 2 കൈയും പൊക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇലാഹി അന്ത മഖ്സൂദി വറിളാക മത്ലൂബി. അപ്പൊ റാത്തീബ് നിന്ന് ഇത് കണ്ടിട്ട് നമ്മളെ ജഡ്ജി അത്ഭുതത്തോടു കൂടി താടിക്ക് കൈയോട്ട് ചോദിക്ക, ആഹാ ഇതാണ് റാത്തീബിലെ, ഇതെന്നാ ചെല്ലണോലെ ചെല്ലിക്കോട്ടെ, ഇത് നിർത്താനൊന്നും പറ്റൂല, ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉള്ളവർ വിട്ടുപോയി താമസിച്ചോളെന്ന് പറഞ്ഞ മാതിരി ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ വന്നിരുന്ന അൽഹംദുലില്ലാഹ് റാഹത്തായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒന്നും മാറിക്കോട്ടെ, സ്ത്രീയാണ് കടന്നു പോയിക്കോട്ടെ. അതാണ് എന്റെ കഥാനായിക റുഖിയ ബീവി. നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധ 1400 വർഷങ്ങൾക്ക് അപ്പുറമുള്ള അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ഇങ്ങനെ ക്ഷണിക്കുകയാണ്. 14 നൂറ്റാണ്ടുകളാ 14 നൂറ്റാണ്ടുകളാൽ മുമ്പുള്ള ഒരു കഥ പാടാ. പരിശേറും മുത്ത് റസൂലിൻ മധുഹുകൾ ഓതാം, എന്നും മുത്തിനെ വാഴ്ത്താം. 14 നൂറ്റാണ്ടുകളാൽ മുമ്പുള്ള ഒരു കഥ പാടാം. പരിശേറും മുത്ത് റസൂലിൻ മധുഹുകൾ ഓതാം, എന്നും മുത്തിനെ വാഴ്ത്താം. ഈ തപ്പന കൂട്ടമെന്ന്
മുത്തിനിമ്പത്താലാടി പറന്ന് ഈത്തപ്പന കൂട്ടമന്ന് മുത്തിനിമ്പത്തലാടി പറന്ന് മുന്തിരി കാടുകളെന്നും അന്നു മുത്തിനെ വാഴ്ത്തി നിരന്ന് മുന്തിരി കാടുകളെന്നും അന്ന് മുത്തിനെ വാഴ്ത്തി നിരന്ന് അത്തിമരം മുത്ത് ചേർന്ന് പൂത്തു ചിരിക്കുന്നു അത്തരുണം മുത്ത് റസൂൽനാഥനെ വാഴ്ത്തുന്നു അത്തിമരം മുത്ത് ചേർന്ന് പൂത്തു ചിരിക്കുന്നു അത്തരുണം മുത്ത് റസൂൽനാഥനെ വാഴ്ത്തുന്നു 14 നൂറ്റാണ്ടുകളാൽ മുമ്പുള്ള ഒരു കഥ പാടാം പരിശേറും മുത്ത് റസൂലിൻ മധുകൾ ഓതാം എന്നും മുത്തിനെ വാഴ്ത്താം 1400 വർഷങ്ങൾക്ക് അപ്പുറമുള്ള അറേബ്യൻ ഉപഭൂഖണ്ഡം അന്യതയുടെയും മന്ദകാര്യത്തിന്റെയും കൂരിരുട്ടിൽ തപ്പിത്തടയുക. പ്രൊഫസർ ഹിറ്റ്ലറുടെ ഭാഷയിൽ പറഞ്ഞാൽ 3 W കൊണ്ട് തുടങ്ങുന്ന കാലഘട്ടമായിരുന്നു അത്. വുമൺ, വാർ, വെയിൻ. പെണ്ണ്, യുദ്ധം, മദ്യം. ഇതിനപ്പുറമായി ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു ജനസമൂഹം. ഒരു മുന്തിരിവള്ളി ഒരു ഒട്ടകം കടിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് നിരന്തരമായി 40 വർഷത്തോളം യുദ്ധം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. അവരുടെ യുദ്ധായുധങ്ങളാണെങ്കിലോ വാള്, കുന്തം, ചാട്ടുളി, ബമ്മ, ബഡ്മണി, ശൂലം, വജ്രം, മിർമി, കത്തി, തോട്ടി, വല പോലെയുള്ള 18 ആയുധങ്ങൾ എടുത്തുകൊണ്ട് എന്തിനും ഏതിനും അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ആരാധ്യ വസ്തുക്കളാണെങ്കിലോ കണ്ണിൽ കാണുന്ന അഖില വസ്തുക്കളെയും കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ള്, മുരട്, മൂർക്കമ്പാമ്പ് വരെയുള്ള സകലമാന വസ്തുക്കളെയും അവർ നിരന്തരമായി ആരാധിച്ചു കൊണ്ടിരിക്കുക. എന്തിനധികം പറയണം, ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് പെൺകുഞ്ഞാണെങ്കിൽ ജീവനോട് കൂടി കുഴിച്ചു മൂടുന്നു. ഈ കാലഘട്ടത്തിലാണ് ആ അത്ഭുത സംഭവം നടക്കുന്നത്. എന്താ, 1,24,000 വരുന്ന പ്രവാചകന്മാർക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതങ്ങളുടെ മാല പടക്കങ്ങൾ തീകൊടുത്തിക്കൊണ്ട് മക്കയുടെ മാറിടത്തിൽ പൂജാതരായി. പാരിൽ പൂമതി പാലൊളി തന്ന് പാരിതിൽ റഹ്മത്തന്ന് പിറന്നവരാമിന ബീവിയിലന്ന് പാരിൽ പൂമതി പാലൊളി തന്ന് പാരിതിൽ റഹ്മത്തന്ന് പിറന്നുള്ള പൈതലിനെ എടുത്തും കൊണ്ട് പരിശുദ്ധ കഅബയിൽ അണഞ്ഞും കൊണ്ട് പിറന്നുള്ള പൈതലിനെ എടുത്തും കൊണ്ട് പരിശുദ്ധ കഅബയിൽ അണഞ്ഞും കൊണ്ട് പിറന്നവരാമിന ബീവിയിൽ അന്ന് പാരിൽ പൂമതി പാലൊളി തന്ന് പാരിതിൽ റഹ്മത്തന്ന് പിറന്നവരാമിന ബീവിയിലന്ന് പാരിൽ പൂമതി പാലൊളി തന്ന് പാരിതിൽ റഹ്മത്തന്ന് പിറന്നുള്ള പൈതലിനെ എടുത്തും കൊണ്ട് പരിശുദ്ധ കഅബയിൽ അണഞ്ഞും കൊണ്ട് പിറന്നുള്ള പൈതലിനെ എടുത്തും കൊണ്ട് പരിശുദ്ധ കഅബയിൽ അണഞ്ഞും കൊണ്ട് 1,24,000 വരുന്ന പ്രവാചകന്മാർക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ പൂജാതരായി. നബി ജനിക്കുമ്പോൾ നമുക്കറിയാം കഥ. പ്രവാചകനായിട്ടല്ല ജനിക്കുന്നത്, മറിച്ച് യതീമായി കൊണ്ടാണ് ജനിക്കുന്നത്. നബി ജനിക്കുന്നതിന് മുമ്പ് പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. നബി ജനിച്ച 6 വയസ്സ് പ്രായമായപ്പോൾ മാതാവാകുന്ന ആമിന ബീവിയും ഈ ലോകത്തോട് വിട പറഞ്ഞു. അതോടുകൂടി പ്രവാചകർ തീർത്തും യതീമായി. എന്നിരുന്നാൽ തന്നെ ഒരു സദസ്സിലേക്ക് വരുമ്പോ ആ സദസ്സിനോട് കാണിക്കുന്ന ആദരവ്, വലിയവരോട് കാണിക്കുന്ന ബഹുമാനം, കുട്ടികളോട് കാണിക്കുന്ന കാരുണ്യം, ഇതെല്ലാം കണ്ടുകൊണ്ട് പിൽക്കാലത്ത് റസൂലുള്ളാഹിന്റെ ശത്രുക്കളായി മാറിയ അബൂജാഹില്, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ്, തുഐമ പോലെയുള്ള ധിക്കാരികള് അന്ന് റസൂലുള്ളാഹിക്ക് പേരിട്ടു. എന്ത് മക്കളെ? അൽ അമീൻ, അസ്വാദിഖ്, സത്യസന്ധനെന്നും വിശ്വസ്തനെന്നും പേരിട്ട് അവർ റസൂലുള്ളാഹിനെ വിളിക്കുക. അങ്ങനെ റസൂലുള്ളാഹി വളർന്ന് ഇങ്ങനെ വരിക. അൽ അമീൻ എന്ത് പറഞ്ഞാലും മക്ക ഖുറൈശികൾ അംഗീകരിക്കും. കാരണം എന്താ? അൽ അമീൻ ആരോടും കള്ളം പറയാറില്ല, ആരെയും ചതിക്കാറില്ല, ആരെയും വഞ്ചിക്കാറില്ല. അതുകൊണ്ട് തന്നെ അൽ അമീൻ എന്ത് പറഞ്ഞാലും മക്ക ഖുറൈശികൾ അപ്പടി അംഗീകരിക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് റസൂലുള്ളാഹിക്ക് 40 വയസ്സ് പ്രായമായി. ആ സമയം തന്റെ കൂട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, എന്ത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
ഒരുവനാ, അല്ല ഒരുവനാ. നിങ്ങൾ ഇതുവരെ ആരാധിച്ചു പോന്ന ലാത്ത, ഉസ്സ, ഹുബ്ലുല്ലാഹില, മനാത്ത, വല്യാത്ത, കുഞ്ഞാത്ത, ചെറിയമ്മായി, വല്യമ്മായി പോലെയുള്ള ഒരു ദൈവങ്ങളെയും നിങ്ങൾ ആരാധിക്കരുത്. കേവലം ഒരുവനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. ആ അള്ളാഹുവിന്റെ പ്രവാചകനാ ഞാൻ, ഇത് നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോ ആദ്യമായിട്ട് റസൂലുള്ളാഹിനെ എതിർത്ത ആരാ മക്കളെ? റസൂലുള്ളാഹിന്റെ മൂത്താപ്പ അബൂലഹബ് അടിക്കാൻ വേണ്ടി വന്നു. അവിടുന്ന് അങ്ങോട്ട് എതിർപ്പിന്റെ ക്രൂരമ്പുകളായിരുന്നു. അവർ കല്ലാലും ഉള്ളാലും റസൂലുള്ളാഹിനെ ആക്രമിക്കാൻ തുടങ്ങി. റസൂൽ നടന്നു പോകുമ്പോൾ വഴിമധ്യം മുള്ളു കൊണ്ടുപോയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ തലയിൽ ഉണങ്ങിയ ചാണകപ്പൊടി വിതറിയിട്ടുണ്ട്. റസൂൽ നിസ്കരിക്കുമ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല അഖബത്ത് ബിൻ അബീ മുഅയ്ത് എന്ന ധിക്കാരി റസൂലുള്ളാഹിക്ക് ഹാരാർപ്പണം ചെയ്തിട്ടുണ്ട്. ഷേബ് എന്ന കാട്ടില് 3 വർഷക്കാലം അള്ളാന്റെ റസൂലിന് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവസാനം അതാ മക്ക ഖുറൈശികൾ റസൂലുള്ളാഹിനെ കൊല്ലാൻ വരെ തീരുമാനിച്ചു. അങ്ങനെ റസൂലുള്ളാഹിന്റെ വീട് അർദ്ധരാത്രിയിൽ 100ഓളം വരുന്ന പടയാളികൾ സർവ്വ ആയുധങ്ങളും അണിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ വീട് വളഞ്ഞപ്പോഴല്ലേ തന്റെ കൂട്ടുകാരനെയും കൂട്ടി അള്ളാഹിന്റെ ഓർഡർ പ്രകാരം മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്തത്. മദീന വാസികളോ റസൂലുള്ളാഹിനെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. മുഹമ്മദ് യാ റസൂലല്ലാഹ്, ഹബീബി യാ റസൂലല്ലാഹ്, ഷഫീഇ യാ റസൂലല്ലാഹ്, അഹദായ ഉടയോന്റെ മുഹമ്മദ് യാ റസൂലല്ലാഹ്. മുത്ത് നബിയുള്ള മണിമക്കയിൽ ജനിച്ചുള്ള മദീനയിൽ മറഞ്ഞുള്ള നബിയോരിൽ സ്വലാത്തുള്ള സ്വലാത്തുള്ള സലാമുള്ള അലാ ത്വഹ റസൂലില്ല, സ്വലാത്തുള്ള സലാമുള്ള അലാ യാസീൻ ഹബീബില്ല. ഹബീബി യാ റസൂലല്ലാഹ്, ഷഫീഇ യാ റസൂലല്ലാഹ്, അഹദായ ഉടയോന്റെ മുഹമ്മദ് യാ റസൂലല്ലാഹ്. മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സിദ്ദീഖ് തങ്ങളെയും മദീന വാസികൾ സ്വീകരിച്ചു. അവിടെ അള്ളാന്റെ റസൂൽ പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. അള്ളാന്റെ റസൂല് മദീനത്തെ പള്ളിയിൽ എന്നും സ്വഹാബത്തെ കിറാമിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഓരോ ദിവസവും ഓരോ വിഷയത്തെ പറ്റി വയറു പറഞ്ഞുകൊണ്ടിരിക്കും. ചില ദിവസം മഹ്ശറയെ പറ്റിയായിരിക്കും, ചില ദിവസം സുവലോക സ്വർഗത്തിനെ പറ്റിയായിരിക്കും, ചില ദിവസം നരകത്തെ പറ്റിയായിരിക്കും. എന്ത് പറഞ്ഞാലും അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്തെ കിറാം അത് മുഴുവനും അക്ഷരം പ്രതി പഠിച്ച് മനസ്സിലാക്കി പോവൽ പതിവ. അന്നും പതിവ് പോലെ അള്ളാന്റെ റസൂല് സ്വഹാബത്തെ കിറാമിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു. അസ്സലാമു അലൈക്കും സ്വഹാബാക്കളെ, ഇന്നലെയും മിനിഞ്ഞാന്ന് പറഞ്ഞ വിഷയത്തിന്റെ വ്യത്യസ്തമായി ഇന്ന് ഞാൻ ഇങ്ങോട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അത് മറ്റൊന്നാണ്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൂട്ടത്തിൽ പ്രായമായവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, പാമരന്മാരുണ്ട്, വിവാഹിതരുണ്ട്, അവിവാഹിതരുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവിവാഹിതരൊക്കെ വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ചാൽ കിട്ടാൻ പോകുന്ന പ്രതിഫലത്തെ പറ്റി റസൂൽ അങ്ങനെ പറയാ, സ്വഹാബ നിങ്ങൾ അവിവാഹിതരൊക്കെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ദീനിന്റെ 2/3 ഭാഗവും അത് പൂർത്തീകരിച്ചു. പിന്നെ ബാക്കിയുള്ള ഒരു ഭാഗത്തിൽ പടച്ച റബ്ബിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ മതി. അതുകൊണ്ട് സ്വഹാബ അവിവാഹിതരൊക്കെ വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ചാൽ മാത്രം പോരാ, സന്താനങ്ങൾ ഉണ്ടാവണം. ആ സന്താനങ്ങളെ സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ വളർത്തി കൊണ്ടുവരണം എന്നൊക്കെ റസൂൽ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോണ്ട് പള്ളിന്റെ ബേക്കിൽ നിന്ന് പുറത്തുനിന്ന് ഒരാൾ ഇങ്ങനെ ഉറക്കെ പൊട്ടിക്കരയാ. അള്ളാന്റെ റസൂൽ ചോദിച്ചു, സ്വഹാബ ആരാണ് ആ കരയണത്? ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്ക്. 1-2 സ്വഹാബത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ ഒരാളിങ്ങനെ ഉറക്കെ പൊട്ടിക്കരയാ. അള്ളാന്റെ റസൂലേ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഇത് കേൾക്കേണ്ട താമസം. ആ പൊട്ടിക്കരയുന്ന മനുഷ്യന്റെ കൈ പിടിച്ച് ആ സ്വഹാബത്തേക്ക് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോ അയാൾ ഉറക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ ലോകമാകെ മിന്നും റസൂലേ, വന്നു ഞാൻ തിരുദൂതരേ, ഖാലിഖിൻ പൂത്തിങ്കളെ റസൂലേ, അലമിൻ്റെ നിധിയേ.
ഈ ലോകമാകെ മിന്നും റസൂലേ വന്നു ഞാൻ തിരുദൂതരെ ഖാലിഖിൻ പൂത്തിങ്കളെ റസൂലേ ആലമിന്റെ നിധിയേ മുത്ത് ഹബീബേ വന്നെത്തി ഒത്തിരി ഞാനും തഞ്ചത്തിൽ എന്റെ മുറാദിൽ ലോകത്തെ ഒളിമിന്നും രാജാത്തേ എന്റെ മുറാദിൽ ലോകത്ത് ഒളിമിന്നും രാജാത്തേ ഈ ലോകമാകെ മിന്നും റസൂലേ വന്നു ഞാൻ തിരുദൂതരെ ഖാലിഖിൻ പൂത്തിങ്കളെ റസൂലേ ആലമിന്റെ നിധിയേ അല്ലാഹുവിന്റെ മുത്ത് റസൂലേ, എന്തിനും ഏതിന്റെ പരിഹാരം കാണുന്ന അങ്ങയുടെ മുമ്പിലേക്ക് ഞാനിതാ പ്രഭു എത്തിയിരിക്കുന്നു. ആരാണ് അയാൾ? നമുക്ക് ആദ്യമായിട്ട് അയാളെ ഒന്ന് പരിചയപ്പെടാം. ഒന്നിങ്ങോട്ട് നോക്ക്. കറുകറുത്ത ഒരു മനുഷ്യൻ, മുഖം ആകപ്പാട് വസൂരിക്കലകളെ കൊണ്ട് വികൃതമായിരിക്കുന്നു. കണ്ട അറുപ്പോടെ വെറുപ്പോടല്ലാതെ നമുക്ക് ഇയാളെ നോക്കാൻ കഴിയൂല. ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങളാണെങ്കിലോ മുഷിഞ്ഞതാ, കീറിയതാ, ചിന്ന ഭിന്നമാ. കയ്യും കെട്ടിങ്ങനെ നിൽക്കുക. അള്ളാന്റെ റസൂൽ ചോദിച്ചു, ആര്? സഅദോ? അദ്ദേഹത്തിന്റെ പേരാണ് സഅദ് സലമി റളിയല്ലാഹു അൻഹു. അതേ പ്രവാചകരെ, സഅദേ, നിങ്ങൾക്ക് എന്ത് പറ്റി? അള്ളാന്റെ പ്രവാചകരെ, ഇനി ഒന്നും പറ്റാനില്ല. ഞാനൊരു സങ്കടം പറയാൻ വേണ്ടിയാ ഇവിടെ വന്നത്. അവിടെ ഇരുന്നിട്ടോ, അവിടെ ഇരുന്ന. ഞാനൊരു സങ്കടം ഉള്ള സൗണ്ട് ഇപ്പൊ പോകും. അവിടെ നടഞ്ഞു. അള്ളാന്റെ പ്രവാചകരെ, ഞാനൊരു സങ്കടം പറയാൻ വേണ്ടി വന്നതാ. പല പ്രാവശ്യം ഞാനിവിടെ വരാറുണ്ട് സങ്കടം പറയാൻ വേണ്ടി. ഞാനിവിടെ വരും. ഇവിടെ വന്നാ ഞാൻ ചിന്തിക്കും, പടച്ചോനെ, അള്ളാന്റെ റസൂലിനോട് എങ്ങനെ എന്റെ കാര്യം പറയാ? ഞാൻ തിരിച്ചു പോവാറാ പതിവ്. പ്രവാചകരെ, ഇന്നും ഞാനൊരു സങ്കടം പറയാൻ വേണ്ടി ഇവിടെ വന്നതാ. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോ അങ്ങ് സ്വഹാബത്തെ കിറാമിന് കൊടുക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ എന്താ? അവിവാഹിതരൊക്കെ വിവാഹം കഴിക്കണമെന്നും വിവാഹം കഴിച്ചാൽ കിട്ടാൻ പോകുന്ന പ്രതിഫലത്തെ പറ്റി പറയുന്നത് കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല നബിയെ. അതുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാ. അള്ളാന്റെ പ്രവാചകരെ, ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞപ്പോ അങ്ങ് സ്വഹാബത്തെ കിറാമിന് കൊടുക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വല്ല വിഘ്നവും സംഭവിച്ചോ? മാപ്പാക്കളെ. അതൊന്നും സാരല്ല. ഇപ്പൊ നിങ്ങളെ പ്രശ്നം എന്താ? അള്ളാന്റെ പ്രവാചകരെ, ഞാനൊരു അവിവാഹിതനാ, ആരോരുമില്ലാത്തവനാ. ഒരു വിവാഹം കഴിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ ഈ മദീനയിലെ ഓരോ വീട്ടിലും കയറി ഇറങ്ങി. ഒന്നാമത്തെ വീട്ടിലേക്ക് ഞാൻ കയറി ചെന്നു. എന്നിട്ട് ആ വീട്ടുകാരനോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും, ഞാനൊരു അവിവാഹിതനാ, നിങ്ങളെ മോളെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരണം. ഇറങ്ങടാ അവിടുന്ന്. ഇതാ കണ്ണുക്കോക്കണ. എടാ ഇറങ്ങാൻ, എന്റെ മോളെ വിവാഹം കഴിപ്പിച്ചാ എന്ത് യോഗ്യത നിനക്കുള്ളത്? ഇനിയെങ്ങാനും ആ പേര് പറഞ്ഞ് ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചാൽ ആ കാലി ആ തല്ലി ഒടിക്കും. അള്ളാന്റെ പ്രവാചകരെ, അവരുടെ മൂർച്ചയേറിയ വാക്കുകൾ കേട്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അടുത്ത വീട്ടിലേക്ക് ഞാൻ കയറി ചെന്നു. അവരെന്നെ കണ്ടപ്പോഴേക്കും വാതിൽ കൊട്ടിയടച്ചു. മൂന്നാമത്തെ വീട്ടിലേക്ക് ഞാൻ കയറി ചെന്നു. അവിടെയുള്ള ചെറിയ കുട്ടികൾ വരെ എന്നെ കല്ലെടുത്തെറിഞ്ഞത് കണ്ട നബിയെ, ഇതൊക്കെ കുട്ടികൾ കല്ലെടുത്തെറിഞ്ഞ മുറിയുടെ പാടുകളാ. ആരും എനിക്ക് പെണ്ണ് തന്നില്ല. അവസാനം എല്ലാ സങ്കടം ബോധിപ്പിക്കുന്നത് റസൂലുള്ളാഹിന്റെ മുമ്പിലാണല്ലോ. ആ ഉദ്ദേശത്തോടു കൂടി ഞാൻ ഇവിടെ വരും, എന്റെ സങ്കടം ബോധിപ്പിക്കാൻ. ഇവിടെ വരുമ്പോ ഞാൻ ചിന്തിക്കും, പടച്ചോനെ, എന്റെ വിവാഹക്കാരി ഇങ്ങനെ റസൂലുള്ളാഹിനോട് പറയാ, ഞാൻ തിരിച്ചു പോവാറാ പതിവ്. പക്ഷേ ഇന്ന് ഞാനിവിടെ വന്നപ്പോ അവിവാഹിതരൊക്കെ വിവാഹം കഴിക്കണമെന്നും വിവാഹം കഴിച്ചാൽ കിട്ടാൻ പോകുന്ന പ്രതിഫലത്തെ പറ്റി പറയുന്നത് കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല നബിയേ എന്ന് പറഞ്ഞ് ഇയാളിങ്ങനെ പൊട്ടിക്കരയാ. അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞു, കരയണ്ട, ഒരു കാര്യം ചെയ്യേ, എന്താ പ്രശ്നം എന്താ? നബിയെ, ഞാനൊരു അവിവാഹിതനാ, ആരോരുമില്ലാത്തവനാ, ഏകാഗിയാ, ഒറ്റക്ക് താമസിക്കുന്നവനാ. എന്നിരുന്നാലും
എനിക്കൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഇയാളിങ്ങനെ പൊട്ടിക്കരഞ്ഞപ്പം അള്ളാന്റെ റസൂല് പൊട്ടിക്കരയുന്ന മഹാനായ സഅദ് റളിയല്ലാഹുവിന്റെ തലയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് പറയുന്നു, സന്ദേശം സഅദിൽ നിന്ന് ശ്രവിത്തുള്ള സമയത്തിൽ മംഗല്യം നിനക്കോ എന്നൂരത്ത് വഹബ് സമദോന്റെ റസൂലോരിൽ പറഞ്ഞുള്ള കളവത് മന്നാനെ പൊറുക്കുമോ നിനക്ക് കദിബ് സന്ദേശം സഅദിൽ നിന്ന് ശ്രവിത്തുള്ള സമയത്തിൽ മംഗല്യം നിനക്കോ എന്നൂരത്ത് വഹബ് സമദോന്റെ റസൂലോരിൽ പറഞ്ഞുള്ള കളവത് മന്നാനെ പൊറുക്കുമോ നിനക്ക് കദിബ് സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്ന എൻ മകളെ ദരിദ്രരായുള്ള നിന്നിൽ മംഗല്യമില്ലേ സദനി പ്രാണരക്ഷക്കായി കൊതിക്കുന്നുണ്ടെങ്കിൽ ധരതി ഇനി തകൾ ഇരുന്നിടല്ലേ സന്ദേശം സഅദിൽ നിന്ന് ശ്രവിത്തുള്ള സമയത്തിൽ മംഗല്യം നിനക്കോ എന്നൂരത്ത് വഹബ് സമദോന്റെ റസൂലോരിൽ പറഞ്ഞുള്ള കളവത് മന്നാനെ പൊറുക്കുമോ നിനക്ക് കദിബ് മഹാനായ സഅദ് റളിയല്ലാഹുവിന്റെ തലയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് അള്ളാന്റെ റസൂൽ പറയും, സഅദേ അപ്പൊ ഇനി കരയണ്ടോ, കരയണ്ടാന്ന്. കരഞ്ഞിട്ട് ഭൂമി ലോകത്ത് ആർക്കെങ്കിലും പെണ്ണ് കെട്ടിയണോ? അതുകൊണ്ട് കരയണ്ട, സമാധാനിപ്പിക്കും. ഒന്ന് ചിരിക്കടോ. വെളിച്ചങ്ങനെ കത്തുക. അയാത് കറുത്തൊരു മനുഷ്യനാണല്ലോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അപ്പൊ സഅദേ ഒരുപാട് വീട്ടിൽ കയറി ഇറങ്ങി അല്ലേ? അതേ പ്രവാചകരെ, ഞാൻ ഒരുപാട് വീട്ടിൽ കയറി ഇറങ്ങി. എന്നാ ചോദിക്കട്ടെ, ഈ നാട്ടിൽ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടി ഏതാ? അള്ളാന്റെ പ്രവാചകരെ, സത്യം പറഞ്ഞാൽ ഞാൻ പെൺകുട്ടി തന്നെ കണ്ടിട്ടില്ല. ഞാൻ പെൺകുട്ടികളെ വാപ്പാടെ പറഞ്ഞത് നിങ്ങളെ മോളെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരണം, ഓർഡർ അവിടെ നിന്നാ പറഞ്ഞത്. എനിക്ക് പെണ്ണ് കാണാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. എന്റെ അഭിപ്രായത്തിൽ ഈ നാട്ടിലുള്ള മുഴുവൻ സഹോദരിമാരും സൗന്ദര്യവതികളാ. ഓഹോ, എങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാരാ? പാവപ്പെട്ടവന്റെ വീട്ടിൽ കയറിയപ്പോ മുട്ടുംകാൽ തല്ലി ഒടിക്കുന്നാ പറഞ്ഞത്. പിന്നെ എന്തിന് പണക്കാരെ വീട്ടിൽ പോകണം? ഞാൻ പണക്കാരെ വീട്ടിലേക്കൊന്നും പോയിട്ടില്ല. ആഹാ, എങ്കിൽ ഞാനൊരു കുട്ടിയെ പറയാം. ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനും കോടീശ്വരനുമാണ് അംർ ഇബ്നു വഹബ്. അദ്ദേഹത്തിന് പൂ പോലിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, പേര് റുഖിയ. നല്ല സൗന്ദര്യവതിയാ, ആര് കണ്ടാലും കൊതിക്കുന്ന രൂപത്തിലാ. എന്നിരുന്നാലോ ദീനീ വിജ്ഞാനം വേണ്ടുവോളം കരസ്ഥമാക്കിയ പെൺകുട്ടിയാണത്. ഒരു വീട്ടിലേക്ക് മണവാട്ടിയായി കയറി വരികയാണെങ്കിൽ ആ വീട്ടുകാരോട് എങ്ങനെ പെരുമാറണം ആ പെൺകുട്ടിക്കറിയാം. അങ്ങനെ മക്കളുണ്ടാവുകയാണെങ്കിൽ തന്റെ മക്കളെ എങ്ങനെ പോറ്റണം അതും ആ പെൺകുട്ടിക്കറിയാം. ഇനി ആ പെൺകുട്ടി വല്യമ്മയാവുകയാണെങ്കിൽ പേര മക്കളോട് എങ്ങനെ പെരുമാറണം അതും ആ പെൺകുട്ടിക്കറിയാം. ദീനീ വിജ്ഞാനം വേണ്ടുപോലെ കരസ്ഥമാക്കിയ പെൺകുട്ടിയാണത്. പേര് റുഖിയ, അംർ ഇബ്നു വഹബിന്റെ മോളാ. നിങ്ങളൊരു കാര്യം ചെയ്യാം, നേരെ അംർ ഇബ്നു വഹബിന്റെ വീട്ടിൽ കയറി ചെല്ലുക. എന്നിട്ട് ആ പെൺകുട്ടിയെ കാണുക. ഇഷ്ടപ്പെട്ടാൽ അംർ ഇബ്നു വഹബിനോട് പറയാ, നിങ്ങളെ മോളെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അള്ളാന്റെ റസൂല് പറഞ്ഞേച്ചതാ, വിവാഹം കഴിപ്പിച്ചു തരണം എന്ന് പറഞ്ഞാൽ വിവാഹം നടക്കും. സത്യമായിട്ടും ധൈര്യമായിട്ട് പോ. അള്ളാന്റെ പ്രവാചകരെ, എന്താ പാവപ്പെട്ടവന്റെ വീട്ടിൽ കയറി ചെന്നപ്പോ ഓർഡർ അവിടെ നിന്നാ പറഞ്ഞത്. ഇത്രയും വലിയ പണക്കാരന്റെ വീട്ടിൽ നിങ്ങൾ പറഞ്ഞോക്കും വലിയ കോടീശ്വരനാ, ഇത്രയും വലിയ പണക്കാരന്റെ വീട്ടിൽ ഞാനല്ല സാധ്യത പറയണത്. നിങ്ങൾ ധൈര്യമായിട്ട് പോകണം, ആ പെൺകുട്ടിയെ കാണണം, ഇഷ്ടപ്പെട്ടാ മതി. ഇഷ്ടപ്പെട്ടാല് അംർ ഇബ്നു വഹബിനോട് പറയാ, നിങ്ങളെ മോളെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്. അള്ളാന്റെ പ്രവാചകരെ, എന്താ സത്യം പറഞ്ഞാല് എനിക്കിപ്പൊ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അംർ ഇബ്നു വഹബ് ഇവിടെ വരൂലേ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങക്കാണ് പറഞ്ഞാൽ പോരാ അംർ ഇബ്നു വഹബിനോട്, അംർ വഹബ് നിങ്ങളെ മോളെ ഈ നിൽക്കുന്ന സാഹചര്യം കൊണ്ടാണ് വിവാഹം കഴിപ്പിച്ചു കൊടുത്താളി. എത്ര ഇടങ്ങാറാണ്, എന്താ സാധ്യത? നിങ്ങൾ നല്ല ധൈര്യശാലിയാണല്ലോ.
പടക്കളത്തിലൊക്കെ ധൈര്യത്തോടു കൂടി യുദ്ധം ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ ധൈര്യത്തോടു കൂടി പോവണം, ആ പെൺകുട്ടിയെ കാണണം. ഇഷ്ടപ്പെട്ടാൽ അംർ ഇബ്നു വഹബിനോട് പറയാ, നിങ്ങളെ മോളെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അള്ളാന്റെ റസൂല് പറഞ്ഞതാണ് വിവാഹം കഴിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിവാഹം തീർച്ചയായിട്ടും നടക്കും. പെണ്ണ് കാണണം അല്ലേ? നിങ്ങൾ ധൈര്യമായിട്ട് പോകണം. പിന്നെ ശരി, ഞാൻ പോയിട്ട് പെണ്ണ് കണ്ടുവരാം. അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം എന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ സമ്മതം വാങ്ങി മഹാനായ സഅദ് സലമി റളിയല്ലാഹു അൻഹു അതാ പെണ്ണ് കാണാൻ വേണ്ടി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പതിനേഴിൽ മണിവാതിലടുത്തെത്തിയുള്ളൊരു പെൺകുട്ടി നല്ല സുഖമുഖിയായി പരിലസിച്ചിടും അഴകുള്ള മണവാട്ടി, നല്ല ചേലൊത്ത പെൺകുട്ടി. മധുരിക്കും 17 മണിവാതിലടുത്തെത്തിയുള്ളൊരു പെൺകുട്ടി, നല്ല സുമുഖിയായി പരിലസിച്ചിടുന്നൊരു അഴകുള്ള മണവാട്ടി, നല്ല ചേലത്ത പെൺകുട്ടി. ചെന്തമര നിറമുള്ള വടിവത്ത കിളിയും ചെറുതേനും മുറ്റി വീഴും മധുര പുഞ്ചിരിയും, ചിരിക്കുമ്പോൾ അകതാരിൽ കുളിർമാരി ചൊരിയും. ചെന്തമര നിറമുള്ള വടിവത്ത കിളിയും ചെറുതേനും മുറ്റി വീഴും മധുര പുഞ്ചിരിയും, ചിരിക്കുമ്പോൾ അകതാരിൽ കുളിർമാരി ചൊരിയും. മധുര പുങ്കനിയാണ്, നല്ല പിരിശപ്പു മലരാണ്, എല്ലാ സമയവും ഇലഹിനെ ഭയക്കുന്ന അവളൊരു വലിയതുമേയാണ്, റബ്ബിൻ പ്രിയദാസിയുമാണ്. മധുരിക്കും 17 മണിവാതിലടുത്തെത്തി ഉള്ളൊരു പെൺകുട്ടി, നല്ല സുഖമുഖിയായി പരിലസിച്ചിടും അഴകുള്ള മണവാട്ടി, നല്ല ചേലത്ത പെൺകുട്ടി. അള്ളാന്റെ റസൂലിന്റെ സമ്മതം വാങ്ങിക്കൊണ്ട് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒരുപാട് ദൂരെ അങ്ങോട്ട് നടന്നു. കൊറേ അങ്ങോട്ട് എത്തിയപ്പോൾ ആലോചിക്കണത്, അല്ലാ എവിടെ ഇപ്പൊ അംർ ഇബ്നു വഹബിന്റെ വീട്? അതിപ്പോ റസൂലാണ്ട് ചോദിക്കാൻ മറന്നല്ലോ. ഇനിയിപ്പോ തിരിച്ചു പോയിട്ട് ഞാൻ പള്ളിയിലൊക്കെ പോയി അംർ ഇബ്നു വഹബിന്റെ വീടോടെ ഒന്ന് കണ്ടു റസൂലാണ്ടൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. ആരെങ്കിലും ഒന്ന് കണ്ടാലിപ്പോ ചോദിക്കാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വരുന്ന, അൽഹംദുലില്ലാ അയാളോട് ചോദിക്കാൻ വഴി എന്ന് മനസ്സിലാക്കി മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു നടന്ന് ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് അങ്ങോട്ട് എത്തിയപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു വളരെ ആവേശത്തോടു കൂടി പറഞ്ഞു, അസ്സലാമു അലൈക്കും. ഒരൊറ്റ ഓട്ടം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഇതിക്ക് പടച്ചോനെ, ഇന്റെ സൗന്ദര്യം കണ്ടിട്ടാണ് ആ ചെറുപ്പക്കാരൻ എത്ര സ്പീഡിൽ ഓടിയത്. ഇന്റെ സൗന്ദര്യം കണ്ടിട്ട് ആ ചെറുപ്പക്കാരൻ ഇത്ര സ്പീഡിൽ ഓടിയാ റുഖയ്യ ബീവി എത്ര സ്പീഡിൽ ഓടും? ഈ വിവാഹം നടക്കോ? അത് നടക്കൂല, തിരിച്ചു പോവാ നല്ലത്. റസൂലുള്ള പറഞ്ഞല്ലേ നടന്നാലോ. അപ്പോൾ ഇയാൾ ഇങ്ങനെ നോക്കുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോണ്ട് അയാൾ ഓട്ടം മടമ്പുംകാല് ബട തട്ടീന് അയാതി ഓട്ടം ഓടുന്നത്. പണ്ട് പള്ളി പറമ്പെന്ന് കള്ളനെ പിടിച്ച മാതിരിയാ. പണ്ട് പള്ളി പറമ്പെന്ന് കഥ പറയണോ കുട്ടികൾക്കും വേണ്ടി ഒരുപാട് ഉസ്താദന്മാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കാരണന്മാരൊക്കെ ഉണ്ട്, കുട്ടികൾക്കും വേണ്ടി ചെറിയ കഥ പറഞ്ഞുതരാം. പണ്ട് പഴയ കാലത്ത് ഞങ്ങളെ ദർസിൽ ഇങ്ങനെ അന്തി നട്ടപ്പാതിരിക്ക് പകലും ഒക്കെ ഇങ്ങനെ പള്ളിപ്പറമ്പെന്ന് വിറക് അങ്ങനെ കട്ടുണ്ടാവും. വിറക് മുറിച്ചുണ്ടോ? പഴയ കാലത്ത് അങ്ങനെ വിറകൊക്കെ കിട്ടിയ വലിയ കിട്ടലാണല്ലോ. അപ്പൊ വിറക് ഇങ്ങനെ കള്ളം വന്നിട്ട് ഇങ്ങനെ വിറക് മുറിച്ചുകൊണ്ടോ. അപ്പൊ ഉസ്താദ് ഇങ്ങനെ എന്ന് ശ്രദ്ധിക്കും, ആരാണ് ഈ പള്ളിപ്പറമ്പ് ഇങ്ങനെ വിറക് മോഷ്ടിക്കുണ്ടല്ലോ. ഒരു ഉസ്താദ് എന്താക്കിയെന്നറിയോ? ദർശക് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ കേൾക്കായി വെട്ടണത്. അപ്പൊ ഉസ്താദിന് ദേഷ്യം പിടിച്ചിട്ട് ഉസ്താദ് നോട്ടീസ് ബോർഡ് മുന്നാണ്ട് എഴുതി വെച്ച്, പള്ളിപ്പറമ്പ് നിന്ന് വിറക് മുറിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അപ്പൊ വ്യാഴാഴ്ച എഴുതി വെച്ച വെള്ളിയാഴ്ച ജുമാക്ക് എല്ലാവരും ഇങ്ങനെ വരിക, പള്ളിപ്പറമ്പ് നിന്ന് വിറക് മോഷ്ടിക്കൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. ജുമാക്ക് കഴിഞ്ഞ് എല്ലാവരും പോയി. പിറ്റേ ദിവസം ശനിയാഴ്ച ഉസ്താദ് ഇങ്ങനെ സഭയ്ക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോണ്ട് വീണ്ടും പള്ളിപ്പറമ്പ് ഇങ്ങനെ വെട്ടുക. അതില് ഉസ്താദ് ഇങ്ങോട്ട് വന്ന് ദേഷ്യം പിടിച്ചിട്ട് ഉസ്താദ് നേരാണ്ട് ഇറങ്ങി പള്ളിക്കാട്ടിക്ക്. നേരാണ്ട് ചെന്നപ്പോ കുറേ ആണ്ട് കയറി വെക്കുമ്പോണ്ട് കള്ളങ്ങനെ മുറിക്കുക, പെരുമുറി പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഈ നോട്ടീസ് ബോർഡിന്റെ മുമ്പ് വായിക്കടാ അങ്ങോട്ട് വായിക്കടാ. അപ്പൊ കള്ളങ്ങനെ വായിക്കാം, പള്ളിപ്പറമ്പെന്ന് വിറക് മുറിക്കൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. അല്ലേ? അത് വായിക്കണമെങ്കിൽ പള്ളിക്കാരനെ ഇന്ന് പള്ളിക്കുന്നോ? ഈ പള്ളിക്ക് വരലില്ല, എനിക്കറിയാം നിസ്കരിക്കാൻ എനിക്ക് നിസ്കാരം പോട്ടെ, കുളിക്കാൻ അറിയാം എനിക്ക് കുളിക്കാൻ അറിയോ? എന്നാ പറയടാ, കുളിന്റെ ഫർള് എത്രയാണ്?
അപ്പൊ ഈ ഉസ്താദിന്റെ ഈ ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് ഈ മുത്തല്ലിയും കുട്ടികളുണ്ടായിരുന്നു ദർശനം ഐറ്റങ്ങളൊക്കെ പാടെ കോണിപ്പടിമേൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പടച്ചോനെ ഏതായി കള്ളൻ എന്നുള്ളതൊക്കെ. അപ്പൊ നോക്കുമ്പോ ഈ കള്ളൻ ഒരു മുത്തല്ലിമിന്റെ നാട്ടുകാരനാ. അപ്പൊ ആ മുത്തല്ലിമിനെ ആലോചിച്ച് പടച്ചോനെ ഞങ്ങളെ നാട്ടിലേക്ക് ആക്കണല്ലോ ഇപ്പൊ ഇയാൾക്ക് ഇപ്പൊ കുളിന്റെ പറന്ന് പറയാ. അപ്പോൾ ഉസ്താദിനെ പറ എത്ര കുളിന്റെ പറന്ന് പറയും. അപ്പൊ ഈ മുത്താലിമ വേക്കുന്ന കാട്ടി കൊടുത്ത് 2 നാട്ടുകാരനാണല്ലോ. അപ്പൊ ആ സ്നേഹത്തെ കാണിച്ചു കൊടുത്ത 2. അപ്പൊ കള്ളം ഇതിപ്പോ നോക്കിയാണ്ട് പറഞ്ഞ 200 ഉസ്താദേ 200 കൊടുത്ത് അടിയാണ്ട് കിട്ടിയപ്പോ കള്ളൻ ഓടി. നേരത്തെ ഈ ചെറുപ്പക്കാരെ ഓടിയ മാതിരിയാ. അങ്ങനെ കള്ളൻ ഓടിയിട്ട് മീസാങ്കല് തട്ടി അവിടെ വീണിട്ടു, കബറും പുറത്ത് അവിടെ വീണിട്ടു, ആകെ കൂടി ഹലാക്ക്. അപ്പൊ ഈ മുത്താലിം എന്താക്കിയാറ് പാവം ഞങ്ങളെ നാട്ടുകാരനാണല്ലോ. മുത്താലിം പുറത്തുകൂടെ ഓടി ചെന്നാ കൊറേ അങ്ങോട്ട് ചെന്നിട്ട് കള്ളന്റെ അടുത്ത് പൊന്നാരക്കാക്ക നിക്കി പൊന്നാരക്കാക്ക ഞങ്ങൾക്ക് പറഞ്ഞതിന് 2 നിങ്ങൾക്ക് 2 എന്ന് പറഞ്ഞൂടെ 2 എന്റെ ഉസ്താദിന് 200 തന്നെ പറഞ്ഞിട്ട് മതിയായിട്ടില്ല. എന്റെ അഭിപ്രായത്തിൽ 2000 ആയിക്കാരെന്നാ മൂപ്പര് മേപ്പെട്ട. അങ്ങനെ പല സംഭവങ്ങൾ പല നാട്ടിലുണ്ടാവാറുണ്ട്. അപ്പൊ ഏതെങ്കിലും ആട്ടെ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഈ ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് കണ്ടെത്തി സലാം പറയുന്നതോടുകൂടി ചെറുപ്പക്കാരൻ ഓട്ടം. സഅദ് റളിയല്ലാഹു അൻഹു പാടച്ചോനെ ഇന്റെ സൗന്ദര്യം കണ്ടിട്ടാണല്ലോ ഓടിയത്. ഇനിയിപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞല്ലേ നടക്കുമായിരിക്കും. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു കുറച്ചും കൂടി മുന്നോട്ട് നടന്നു. കുറെ അങ്ങോട്ട് എത്തിയപ്പോ ഒരു 90 വയസ്സായ ഒരു പടുവൃദ്ധൻ ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ച് പൊന്നാര മക്കളെ ഇങ്ങനെ വരിക. ഇയാളെ കണ്ടപ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചാൽ അൽഹംദുലില്ലാ അയാളോട് ചോദിക്കാൻ വഴി. കാരണം എന്താ? അയാൾ ഓടൂല. കാരണം ഓടാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ അതുകൊണ്ട് ധൈര്യത്തോട് കൂടി ചെന്ന് പറഞ്ഞു അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. 2 ചോദ്യം കേൾക്കൂലല്ലേ. ഇയാളോട് ഇപ്പൊ ഇനിയിപ്പോ അംർ ഇബ്നു വഹബിന്റെ വീടോടൊന്ന് ചോദിക്കുമ്പോ തന്നെ യാമന്നാൾ 1-ാം തീയതി ആകും. ഒന്നുമില്ല വലിയ പിന്നെ ശരി പടച്ചോനെ ഇനി ആരെ കിട്ടുക. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു 10-40 വയസ്സായ ഒരു പടുവൃദ്ധൻ ഓടാൻ സാധ്യതയുണ്ട്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു മുഖത്തേക്ക് നോക്കാതെ കീപോട്ട് ഇങ്ങനെ നോക്കി പതുക്കെ ചെന്ന് കൈ പിടിച്ചു ഓടരുത്. ഒരു കാര്യം പറയാനുണ്ട്. ഇയാൾ ഞെട്ടി വിറച്ചു. എന്താണ് ചോദിച്ചത്? ഈ അംർ ഇബ്നു വഹബിന്റെ വീടോടെ ഏത് നാട്ടുകാരനാണ്? അംർ ഇബ്നു വഹബിന്റെ വീട് അറിയാത്ത ഈ നാട്ടിലോ? അല്ല ഞാൻ കുറച്ച് ദൂരേന്ന് വരികയാണ്. അത് ഈ 3 കണ്ടപ്പോ മനസ്സിലായി. ഈ കാണുന്ന വഴിക്ക് ഇങ്ങനെ പോവാ. കൊറേ അങ്ങോട്ട് എത്തിയാ കാണാ വലിയൊരു ചുറ്റുമതിൽ. ആ ചുറ്റുമതിലിന്റെ സെന്റർ ഒരു ഇരുമ്പിന്റെ ഗേറ്റ്. ആ ഗേറ്റിൽ ഒരു പാറാവുകാരനും ഉണ്ടാകും. ആ ഗേറ്റിന്റെ അകത്ത് ഒരു മണിമാളിക വീട്, അമ്പരച്ചുംബിയായ കൊട്ടാര സമാനമായൊരു വീട്. അതാണ് അംർ ഇബ്നു വഹബിന്റെ വീട്. പടച്ചോനെ, ചുറ്റുമതിൽ, ഇരുമ്പിന്റെ ഗേറ്റ്, പാറാവുകാരൻ, മണിമാളിക വീട്. അവിടുത്തെ പുയ്യാപ്പിളായിട്ട് നടന്ന തന്നെ. അല്ല എന്തിനാ അങ്ങോട്ട് പോണേ? അല്ലല്ല ഞാനേ എനിക്ക് അംർ ഇബ്നു വഹബിനൊന്ന് കാണണം. എങ്കിലൊരു കാര്യം ചെയ്യേ, ആ ഗേറ്റിൽ ഒരു പാറാവുകാരനുണ്ടാവും. ആ പാറാവുകാരനോട് നിന്റെ ആവശ്യം പറഞ്ഞാൽ നേരെ പോയിട്ട് യജമാനൻ പ്രൈവറ്റ് റൂമിലായിരിക്കും. അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് സമ്മതം ചോദിച്ച് സമ്മതം കിട്ടിയാൽ നിന്നെ വീട്ടിന്റെ അകത്തേക്ക് പറഞ്ഞേക്കും. സമ്മതം കിട്ടിയില്ലെങ്കിലോ അനക്ക് തിരിച്ചു പോരാ. സമ്മതം കിട്ടും ചെയ്യും. ഏതെങ്കിലും അള്ളാന്റെ റസൂൽ പറഞ്ഞേക്കല്ലേ. പോയി നോക്കാം. പോയി അതാ വലിയൊരു ചുറ്റുമതില്, ഇരുമ്പിന്റെ ഗേറ്റ്, മണിമാളിക വീട്. ഇത് കണ്ടു മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു നോക്കിയാ അല്ലാഹ് ഇത്ര വലിയ വീടൊക്കെ ഉണ്ടാവുക എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ നോക്കുമ്പോണ്ട് അങ്ങത്തലക്കല് ആ ഒരു ഈത്തമര തോട്ടത്തിൽ ഒരു ഈത്തമരവും ചാരിയിട്ട് ഒരു സുന്ദരിയായ പെൺകുട്ടി ഇങ്ങനെ നിൽക്കണേ. ആ പെൺകുട്ടിയെ കണ്ടതോടുകൂടി മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, പടച്ചോനെ ഇത്രയേറെ സൗന്ദര്യമുള്ള പെൺകുട്ടിയോ എങ്കിൽ അത് തന്നെയാ റുഖിയ ബീവി. അല്ലാഹ്, അതാണ് റുഖിയ ബീവി എങ്കിൽ എന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു. മാനത്തൊരു പന്തൽ കെട്ടി നീലരാവ്, മംഗല്യ പെണ്ണായെത്തി പൂനിലാവ്. മാനത്തൊരു പന്തൽ കെട്ടി നീലരാവ്,
മംഗല്യ പെണ്ണായെത്തി പൂനിലാവ് മട്ടത്തുലി വാസല്ല ഇട്ടെത്തിയ പൂമോളെ മട്ടത്തിൽ വാസല്ല ഇട്ടെത്തിയ പൂമോളെ മധുരത്തെ നിത്തിരി നൽകാനെത്തും നാനൊരുത്തൻ ആളെ മാനത്തൊരു പന്തൽ കെട്ടി നീലരാവ് മംഗല്യ പെണ്ണായെത്തി പൂനിലാവ് മാനത്തൊരു പന്തൽ കെട്ടി നീലരാവ് മംഗല്യ പെണ്ണായെത്തി പൂനിലാവ് മട്ടത്തിൽ വാസല്ല ഇട്ടെത്തിയ പൂമോളെ മട്ടത്തിൽ വാസല്ല ഇട്ടെത്തിയ പൂമോളെ മധുരത്തെ നിത്തിരി നൽകാനെത്തും നാനൊരുത്തൻ ആളെ മാനത്തൊരു പന്തൽ കെട്ടി നീലരാവ് മംഗല്യ പെണ്ണായെത്തി പൂനിലാവ് മാനത്തൊരു പന്തൽ കെട്ടി നീലരാവ് മംഗല്യ പെണ്ണായെത്തി പൂനിലാവ് മട്ടത്തുലി വാസല്ല ഇട്ടെത്തിയ പൂമോളെ മട്ടത്തിൽ വാസല്ല ഇട്ടെത്തിയ പൂമോളെ മധുരത്തെ നിത്തിരി നൽകാനെത്തും നാനൊരുത്തൻ ആളെ മാനത്തൊരു പന്തൽ കെട്ടി നീലരാവ് മംഗല്യ പെണ്ണായെത്തി പൂനിലാവ് മാനത്തൊരു പന്തൽ കെട്ടി നീലരാവ് മംഗല്യ പെണ്ണായെത്തി പൂനിലാവ് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആ പെൺകുട്ടിയെ നോക്കി ഇങ്ങനെ അത്ഭുതപ്പെടുക. എന്നാൽ പല ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന റുഖിയ ബീവി പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരന്റെ തന്നെ ഇങ്ങനെ നോക്കുന്നു. ഒരു അന്യ മനുഷ്യൻ തന്നെ ഇങ്ങനെ നോക്ക. എവിടുന്ന് വന്ന ഇയാള്? ഏതാണ് അയാള്? വൃത്തികെട്ട മനുഷ്യൻ. ഒരൊറ്റ ഓട്ടം വീട്ടിന്റെ അകത്തേക്ക്. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു നിന്റെ സൗന്ദര്യം കണ്ടു ഓടിയതാ, ഇനിയിപ്പോ മണവാട്ടിയായിട്ട് നടക്ക. ഏതായാലും മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആ ഇരുമ്പിന്റെ ഗേറ്റിന് പോയിട്ട് ഇങ്ങനെ മുട്ടി. അപ്പൊ റുഖിയ ബീവി ശബ്ദം കേട്ടു. തുറക്കൂല. എനിക്കറിയാം ആ വൃത്തികെട്ട മനുഷ്യനാ, അയാൾക്ക് ഡോർ നോക്കുന്ന പരിപാടിയല്ല. രണ്ടാമത് വീണ്ടും മുട്ടി. പാറാവുകാരൻ എന്തോ ജോലിയിലാ. അയാൾ ചിന്തിച്ചു, ആരോ ഗേറ്റിന് മുട്ടുണ്ടല്ലോ. ആ പാറാവുകാരൻ ഗേറ്റ് തുറക്കാൻ വേണ്ടി ഓടി വരുമ്പോ റുഖിയ ബീവി പറയാ, തുറക്കല്ലേ 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 എന്ന് പറഞ്ഞെങ്കിലും പാറാവുകാരൻ നേരെ വന്ന് ആ ഇരുമ്പിന്റെ ഗേറ്റ് ബിസ്മില്ലാഹ് ഇങ്ങോട്ട് തുറന്നേ. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആവേശത്തോടു കൂടി പറഞ്ഞു, അസ്സലാമു അലൈക്കും. ഗേറ്റ് അടച്ചു. സഅദ് റളിയല്ലാഹു അൻഹു ചിന്തിക്ക, പടച്ചോനെ, ഒരു പാറാവുകാരൻ വരെ എന്നെ കണ്ടിട്ട് ഗേറ്റ് അടച്ചു. അംർ ഇബ്നു വഹബിന്റെ വീടല്ല ഇത്? അതെ. അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമായിരുന്നു. ആരാ? ഞാൻ മദീനത്തെ പള്ളിയിൽ നിന്ന് വരിക. അള്ളാന്റെ റസൂല് പറഞ്ഞയച്ചതാ. ഇവിടെ നിൽക്ക്, ഞാൻ പോയി സമ്മതം വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഗേറ്റിന്റെ പുറത്ത് നിർത്തി. ആ പാറാവുകാരൻ നേരെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. മണിമാളിക വീടിന്റെ മുകളിൽ പ്രൈവറ്റ് റൂമിൽ അംർ ഇബ്നു വഹബ് എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നു. നേരെ അങ്ങോട്ട് ചെന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. പുറത്ത് ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ആരാന്ന് ഞാൻ ചോദിച്ചില്ല. അല്ലല്ല, എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് തന്നെ. എവിടുന്ന ആള് വരുന്നത്? മദീനത്തെ പള്ളിന്നാ. മദീനത്തെ പള്ളിന്നോ? അതെ, അള്ളാന്റെ റസൂല് പറഞ്ഞയച്ചതാ. എന്നിട്ട് അയാൾ ആ ഗേറ്റിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. അയാൾ അകത്തേക്ക് കയറ്റി വിടണോ വേണ്ടയോ? എടാ, അള്ളാന്റെ റസൂല് എന്റെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരനെ പറഞ്ഞയച്ചിട്ട് അയാൾ അകത്തേക്ക് കയറ്റി വിടണോ വേണ്ടയോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്ന ഒരു പാറാവുകാരനെ എനിക്ക് വേണ്ട. ഒരൊറ്റ അടിയാ. ചാടി എഴുന്നേറ്റു. കോണിപ്പടികൾ ചാടി ഇറങ്ങിക്കൊണ്ട് ഓടി വരിക. അള്ളാന്റെ റസൂലേ, മാപ്പാക്കണേ, അവന് തെറ്റിപ്പറ്റി പോയതാണ്. മഹാനായ സഅദ് റളിയല്ലാഹു ആ മഹാനായ അംർ ഇബ്നു വഹബ് ഓടി വന്നു. ആ ഇരുമ്പിന്റെ ഗേറ്റ് ബിസ്മില്ലാഹ് രണ്ടാമതും കൊണ്ട് തുറന്ന്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു തുറന്നല്ലോ രണ്ടാമതും. ആവേശത്തോടു കൂടി പറഞ്ഞു, അസ്സലാമു അലൈക്കും. വെറുതെ അല്ല ആ പാറാവുകാരൻ ഡോറൊന്ന് വെക്കാനിത്. ഇയാളെ കണ്ട ആരാ ഡോറ് തുറന്നു കൊടുക്കുക? എന്തൊരു കോലാപ്പത്. കയ്യും കെട്ടിങ്ങ നിൽക്ക, ചിരിച്ചുമ്പോ ലേറ്റാണ്ട് കത്ത. ഇങ്ങനൊക്കെ കറുത്ത മനുഷ്യന്മാരുണ്ടാവും. എന്തൊരു കോലാത്.
ഇട്ടിരിക്കണ വസ്ത്രങ്ങളാണെങ്കിലോ കീറിയതും മുഷിഞ്ഞതും ചെറിയൊരു മണം. ഇതൊക്കെ ചിന്തിച്ചു നിൽക്കുമ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മദീനത്തെ പള്ളിയിൽ നിന്ന് വരിക, അള്ളാന്റെ റസൂല് പറഞ്ഞയച്ചതാ. മദീനത്തെ പള്ളിയെന്നും അള്ളാന്റെ റസൂൽ എന്ന് കേട്ടതോടുകൂടി അംർ ഇബ്നു വഹബ് സകല കാര്യങ്ങൾ മറന്നു. പടച്ചോനെ, മുത്തുനബി ഞങ്ങളെ പെരേക്കൊരു വിരുന്നാരനെ പറഞ്ഞേക്കെ, അയാളെ സ്വീകരിക്കേണ്ട ബാധ്യത. അണഞ്ഞൂട്ടി പിടിച്ചുകൊണ്ട് വീട്ടിന്റെ അകത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന കാഴ്ച റുഖിയ ബീവി ഇങ്ങനെ നോക്കി കാണാ. ആ വൃത്തികെട്ട മനുഷ്യനെ എന്റെ വാപ്പ അണഞ്ഞൂട്ടി പിടിക്കുക. ഇവിടുത്തെ ജോലിക്കാരെ വരെ എന്റെ വാപ്പ ഇതുവരെ അണഞ്ഞൂട്ടി പിടിച്ചിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് അത് ആ വൃത്തികെട്ട മനുഷ്യനെ രോഷം കൊള്ളുക. എന്നാ അംർ ഇബ്നു വഹബ് ആണെങ്കിലോ അള്ളാന്റെ റസൂല് പറഞ്ഞേച്ച വിരുന്നാരനല്ലേ, സൽക്കരിക്കണ്ടേ, അണഞ്ഞൂട്ടി പിടിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു ചിന്തിക്ക, പടച്ചോനെ എന്താണ് ഇപ്പൊ ഇയാൾ ഇങ്ങനെ അണഞ്ഞൂട്ടി പിടിച്ചാല്? ഇതിപ്പോ ഓടാൻ പറ്റില്ലല്ലോ. ഇയാൾ ആരയിലാണെങ്കിൽ നല്ല മൂർച്ചയുള്ള വാളുണ്ട്. ഉടനെ ചോദിക്കും എന്തിനാ വന്നത്? അത് ഞാൻ പറയില്ല. നേരെ കൊണ്ടുവന്നു, വരാന്തേക്കെത്തി. ഇവിടുന്ന് ഇരുത്തിയാ പോരാ, ഇത് അള്ളാന്റെ റസൂല് പറഞ്ഞേച്ച വിരുന്നാരനാ. വരൂ സഅദേ, നമുക്ക് മുകളിലേക്ക് ഇരിക്കാം. അല്ല ഇവിടെ ഇരുന്ന, അല്ല മുകളിലേക്ക്, അല്ല ഇവിടെ ഇരുന്ന, അല്ല മുകൾ, അല്ല പിടിച്ച് വലിച്ച് മേപ്പെട്ട് കയറ്റുക. സഅദ് റളിയല്ലാഹു അൻഹു മേപ്പെട്ട് കയറുന്നില്ല. കാരണം തിരിച്ചു ഓടാനുള്ള സമയം ഉണ്ടാവില്ല. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അടിയിലുണ്ടെങ്കിലാണെങ്കിൽ ഓടാലോ, മോളിന്നൊക്കെ വരുമ്പോ ഓടി വരാൻ ഇടങ്ങാറല്ലേ. സഅദ് റളിയല്ലാഹു അൻഹു പിടിച്ചു വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു എണ്ണ 1 2 3 4 5. കാരണം അങ്ങോട്ട് കയറുന്നത് ഹയാത്തോട് കൂടിയാ. തിരിച്ചു വരുമ്പോ ജീവൻ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂല. അഥവാ ജീവണ്ടോ, ഇത് എണ്ണാനുള്ള സമയം ഉണ്ടാവില്ല. ആ സ്പീഡിൽ ഓടേണ്ടി വരും. പിടിച്ചു വലിച്ചു കൊണ്ടുപോയി മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി പോയി ആ പ്രൈവറ്റ് റൂമിലേക്ക് അങ്ങോട്ട് കയറ്റി. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കുക, അല്ലാഹ് ഇത്രയേറെ സൗകര്യങ്ങൾ റൂമൊക്കെ ഉണ്ട് മനുഷ്യന്. ഇരിക്കീന്ന് അംർ ഇബ്നു വഹബ് സഅദ് റളിയല്ലാഹു അൻഹു ഇരിക്കാൻ വേണ്ടി ഇരിക്കണില്ല, ഇരിക്കീന്ന്. സഅദ് റളിയല്ലാഹു അൻഹു ഇരിക്കണില്ല. കാരണം കാര്യങ്ങള് ഇരുന്നാല് വൃത്തികേടൊക്കെ പെടുന്ന അങ്ങട്ടാവും. അയാള് ഡ്രസ്സാണല്ലോ ഇട്ടത്. അവസാനം പിടിച്ച് അവിടെ ഇരുത്തി. അപ്പൊ പിന്നെ ഇരിക്കുവല്ല നിൽക്കുവല്ല, നീ ഇരിക്കുക. ഒരാഫ് ഇരുത്തങ്ങനെ. എന്താ ഭക്ഷണം കുടിക്കാൻ എന്താ വേണ്ടി? ഒന്നും വേണ്ടാന്നോ? അത് ശരിയാവില്ല മോളെ, ഞാൻ പോകും. എനിക്കറിയാം ആ വൃത്തികെട്ട മനുഷ്യന് വെള്ളം കൊടുക്കാനാ. എന്റെ കൈയോണ്ട് ഒരു മുറുക്ക് വെള്ളം ഞാൻ അയാൾക്ക് കൊടുക്കൂല. മോളെ, മോളെ. അവസാനം റുഖിയ വിളി കേട്ടു. എന്താ വാപ്പാ? മോളെ, നമുക്കൊരു വിരുന്നാരം വന്നിരിക്കുന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞേച്ചതാ, അയാൾ സൽക്കരിക്കേണ്ട ബാധ്യത അള്ളാന്റെ റസൂല് പറഞ്ഞേച്ചതാന്ന് കേട്ടതോടുകൂടി റുഖിയ ബീവി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. പടച്ചോനെ, അള്ളാന്റെ റസൂല് ഞങ്ങളുടെ വീട്ടിൽ വിരുന്നാരനെ പറഞ്ഞേക്കെ, എങ്ങനെ ഇപ്പൊ സൽക്കരിക്കേണ്ടത്? അതാ വലിയൊരു തളിക എടുക്കുന്നു. അതിലിഷ്ടം പോലെ മധുര പലഹാരങ്ങൾ, മധുര പാനീയങ്ങൾ, പഴവർഗ്ഗങ്ങൾ എല്ലാം എടുത്ത് ആ തളികയിലാക്കി. ആ തളിക 2 പേര് നിൽക്കുന്നതിന്റെ സെന്ററിലുള്ള ടേബിളില് അവിടെ കൊണ്ടുവന്ന് വെച്ചു. 2 ഈത്തപ്പഴം കഴിക്കും, 2 മുന്തിരി, 2 നാരങ്ങ, കുടിക്ക്. സഅദ് റളിയല്ലാഹു അൻഹു കുടിക്കണില്ല. കാരണം കുടിച്ചു കഴിഞ്ഞാൽ ചോദിക്കും എന്തിനാ വന്നതെന്ന്. തല നീളം കുറഞ്ഞു. നല്ല സ്വീകരണം ഉണ്ട്, അണഞ്ഞൂട്ടി പിടിക്കുന്നുണ്ട്, നല്ല ഭക്ഷണമൊക്കെ ഇത് നല്ല സൽക്കാര. ലാസ്റ്റ് വന്നത് പെണ്ണ് കാണാനെന്ന് പറഞ്ഞാല് തല ഒരു സിലിണ്ടർ കഴിച്ചു. 2 ഈത്തപ്പഴം കൂടി, 2 മുന്തിരി, പേരിനെന്തോ കഴിച്ചു. അൽഹംദുലില്ലാഹ്, റാഹത്തായി. 2 പേരും ഭക്ഷണം കഴിച്ച് അവിടെ ഇരുന്നപ്പോ മഹാനായ അംർ ഇബ്നു വഹബ് സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അണഞ്ഞല്ലോ സഅദു സലമിയവർ, വഹബിന്റെ വീട്ടിൽ കയറിയവർ, വഹബന്നവർ അവരെ സ്വീകരിച്ചു.
വാതിൽ തുറന്ന് നടന്നിടുന്നേ വന്നിരുന്നാട്ടെ സിറ്റിലിരുന്നാട്ടെ പാനീയം കൊണ്ടവർ കൊടുത്തിടുന്നു വന്നിരുന്നാട്ടെ സിറ്റിലിരുന്നാട്ടെ പാനീയം കൊണ്ടവർ കൊടുത്തിടുന്നു അണഞ്ഞല്ലോ സാധു സലമിയവർ വഹബിന്റെ വീട്ടിൽ കയറിയവർ വഹബന്നവർ അവരെ സ്വീകരിച്ചു വാതിൽ തുറന്ന് നടന്നിടുന്നേ വന്നിരുന്നാട്ടെ സിറ്റിലിരുന്നാട്ടെ പാനീയം കൊണ്ടവർ കൊടുത്തിടുന്നു വന്നിരുന്നാട്ടെ സിറ്റിലിരുന്നാട്ടെ പാനീയം കൊണ്ടവർ കൊടുത്തിടുന്നേ. രണ്ടുപേരും ഭക്ഷണം കഴിച്ച് അവിടെ വന്ന് ഇരുന്നപ്പോ മഹാനായ അംറുൽ വഹാബ് ചോദിച്ചു, പിന്നെ നിങ്ങളെ പേരെന്താ പറഞ്ഞത്? എന്റെ പേര് സാദ്. ഈ സാദു സലമി എന്ന് പറഞ്ഞ അത് ശരി, ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇപ്പൊ ആദ്യമായിട്ടാ കാണുന്നത്. എന്നിട്ട് എന്തൊക്കെ? അൽഹംദുലില്ലാ റാഹത്ത. ഞാനിങ്ങനെ മദീനത്തെ പള്ളി വന്നതായിരുന്നു. മദീനത്തെ പള്ളി വന്നപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു. എന്തേ റസൂല പറഞ്ഞത്? അല്ല, ഞാനിങ്ങനെ മദീനത്തെ പള്ളി വന്നതായിരുന്നു. മദീനത്തെ പള്ളി വന്നപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, അംറുൽ വഹാബിന്റെ വീട്ടിലൊന്ന് പോണം. അങ്ങനെ പറഞ്ഞു. ഇവിടുത്തെ വലിയ പണക്കാരനാണ് അംറുൽ വഹാബ്. അത്ര വലിയ പണക്കാരനൊന്നല്ല. ഒരു 500 ഏക്കർ മുന്തിരി തോട്ടം, ഒരു 500 ഏക്കർ ഗോതമ്പ് വയലുകള്, പിന്നെ ഒരു പർവ്വതനിര ഒന്നാകെ ഒട്ടക കൂട്ടങ്ങള്, മറ്റേ പർവ്വതനിര ഒന്നാകെ ആട്ടിൻ കുട്ടികൾ. ഇങ്ങനെ വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ ജോലി എന്തെങ്കിലും വേണം? എന്തെങ്കിലും സഹായം എന്തെങ്കിലും? പിന്നെ എന്താ വേണ്ടത്? എനിക്ക് എന്റെ തടി കിട്ടിയാൽ മതി എന്ന് പറയണം തോന്നി, പക്ഷെ പറഞ്ഞില്ല. പറയൂ സാദേ, എന്തിനു വേണ്ടിയാ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നത്? ഞാനിങ്ങനെ മദീനത്തെ പള്ളി വന്നതായിരുന്നു. മദീനത്തെ പള്ളി വന്നപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു. എന്തേ പറഞ്ഞത്? ഒന്നുമില്ല, ഞാൻ പോട്ടെ. എവിടേക്ക് അങ്ങ് പോണേ? നിങ്ങൾ എന്തിനു വേണ്ടി? ഒരാവശ്യമില്ലാതെ അള്ളാന്റെ റസൂല് എന്റെ വീട്ടിലേക്ക് ആളെ പറഞ്ഞേക്കൂല. എന്തിനു വേണ്ടിയാ? അല്ല, ഞാൻ അങ്ങനെ മദീനത്തെ പള്ളി വന്നതായിരുന്നു. മദീനത്തെ പള്ളി വന്നപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ അംറുൽ വഹാബിന്റെ വീട്ടിലേക്ക് ഒന്ന് പോകണം. അല്ലേ, ഞാൻ അംറുൽ വഹാബ് എന്റെ വീട്ടിലപ്പങ്ങളുള്ളത്. എന്തിനു വേണ്ടിയാ അള്ളാന്റെ റസൂല് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്? അല്ല, നിങ്ങൾക്ക് എനിക്ക് മദീനത്തെ പള്ളിയിലേക്ക് വന്നത്. ഇനി അപ്പോ ഇവിടെ ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ? നിങ്ങൾ എന്തായി പറയണത്? എന്തിനു വേണ്ടി അള്ളാന്റെ റസൂൽ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്? നിങ്ങൾക്ക് ഒരു മോളില്ലേ? അമ്മക്ക് നേരത്തെ ഭക്ഷണ സാധനം കൊണ്ടുവന്നില്ലേ? അതെന്റെ മോളാ, ഇത് റുഖിയ. അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ടൊന്നും ഇല്ലല്ലേ? ഇല്ല. വെറുതെ ചോദിക്കാട്ടോ. എന്തിനു വേണ്ടിയാ സാധനം? ഒരാവശ്യമില്ല. അള്ളാന്റെ റസൂൽ എന്റെ വീട്ടിൽ ആളെ പറഞ്ഞേക്കും. ധൈര്യമായിട്ട് പറ, എന്തിനു വേണ്ടി അള്ളാന്റെ റസൂൽ പറഞ്ഞയച്ചത്? ഞാന് നിങ്ങളെ മോൾക്ക് ഞാൻ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ വന്നതായില്ല. ഒറ്റ ചവിട്ടേക്കാരൻ മദീനത്തെ പള്ളി. എന്തിനു വേണ്ടി? ഞാൻ നിങ്ങളെ മോൾക്ക് ഒരു വിവാഹാന്വേഷണമായിട്ടാ വന്നത്. അൽഹംദുലില്ലാ. എന്റെ മോൾക്കോ? അതെ. പറയൂ സാദേ, ആരാ എന്റെ മോളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ റസൂലുള്ള പറഞ്ഞിട്ട് വരിക. ആയിക്കോട്ടെ, ധൈര്യമായിട്ട് പറഞ്ഞു. ആരാ എന്റെ മോളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? അത് മറ്റാരുമല്ല, അള്ളാന്റെ റസൂലോ? പൊന്നുമോളെ, അള്ളാന്റെ റസൂലിന്റെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു മോളെ എന്നൊരൊറ്റ പറച്ചില്ല. ഇതാണ് റുഖിയ ബീവി. ഇവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ പാത്രം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി റുഖിയ ബീവി വരുമ്പോഴാണ് കേൾക്കുന്നത്, പൊന്നുമോളെ അള്ളാന്റെ റസൂലിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പെൺകുട്ടി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. പടച്ചോനെ, മുത്തുനബി എന്നെ വിവാഹം കഴിക്കേ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ പദവിയിലേക്ക് എന്നെ ഉയർത്തപ്പെടേ. പടച്ചോനെ, എന്താ ഇയാൾക്ക് സമ്മാനം കൊടുക്കുക? ഇയാളെ പറ്റി ഞാൻ മോശമായിട്ട് ചിത്രീകരിച്ച ഇതുവരെ. ഇപ്പൊ അയാളുടെ വായയിൽ നിന്നാണല്ലോ അള്ളാന്റെ റസൂൽ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് കേട്ടത്. ആ പെൺകുട്ടി ഓടിച്ചെന്ന് അലമാര തുറക്കുന്നു. ഇഷ്ടംപോലെ ആഭരണങ്ങള്, സ്വർണ്ണ നാണയങ്ങള്, സ്വർണ്ണാഭരണങ്ങള് എല്ലാം എടുത്ത് ഒരു പെട്ടിയിലാക്കി ആ പെട്ടി സമ്മാനം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവരിക.
അംർ ഇബ്നു വഹബ് ആണെങ്കിലോ പടച്ചോനെ എന്റെ മോളെ അള്ളാന്റെ റസൂൽ വിവാഹം കഴിക്കുക, ഉമറുൽ ഫാറൂഖിന്റെ സ്ഥാനം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം എനിക്ക് കിട്ടാൻ പോവുക. പറയൂ സാദേ, എന്താ വിവാഹ സമ്മാനമായിട്ട് വേണത്? ഒട്ടകക്കൂട്ടത്തുമാണോ ആട്ടിൻകൂട്ടത്തുമാണോ? ഒന്നാ കൊണ്ടുപോയിക്കോ, പറയൂ എന്താ വേണ്ടത്? അപ്പൊ സാദ് റളിയല്ലാഹു അൻഹു പടച്ചോനെ ആരേക്കും റബ്ബ് ഇയാളോട് പറഞ്ഞത് ഇയാളെ മോളെ അള്ളാന്റെ റസൂൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പറയൂ സാദേ എന്താ വേണ്ടത്? ഇരിക്കിന്റെ തടി കിട്ടിയാ മതി. പറ എന്താ വേണ്ടി? സമ്മാനമാണോ? അല്ല. ആരാ അപ്പൊ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ മോളെ അള്ളാന്റെ റസൂൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു മറ്റാരുമല്ല എന്ന് പറഞ്ഞ അള്ളാന്റെ റസൂൽ എന്ന അർത്ഥം. പിന്നെ എന്താ നീ പറഞ്ഞതിന്റെ അർത്ഥം? നീ ആരാ? നീ എവിടുന്ന് വരുന്നു? ഞാൻ മദീനത്തെ പള്ളിയിൽ നിന്ന് വരിക, അള്ളാന്റെ റസൂല് പറഞ്ഞയച്ചതാ ഇവിടുത്തെ മക്കൾക്ക് ഒരു വിവാഹാന്വേഷണമായിട്ട്. പറ ആരാ എന്റെ മോളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? അത് മറ്റാരുമല്ല, ഈ പാവപ്പെട്ട ഞാൻ തന്നെ എന്ന് പറയേണ്ട താമസം. അംർ ഇബ്നു വഹബിന്റെ കണ്ണുകൾ രണ്ടും കരൽ കട്ടയായി ജ്വലിച്ചു. അരവാൾ വലിച്ചൂരി മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പെരടിലേക്ക് കടന്നു പിടിച്ചു കൊടുത്തു. ഒരൊറ്റ മുട്ട് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു തലയ്ക്ക് മീതെ ആ വാൾ ഇങ്ങോട്ട് വന്നു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഞെട്ടി വിറച്ചുപോയി. പക്ഷേ ഒരു കുതിര ചുവട് വെച്ചുകൊണ്ട് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഒന്ന് ഒഴിഞ്ഞു മാറിയപ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആ വെട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഓടാൻ വേണ്ടി ഒരുങ്ങി. പക്ഷേ ആ കോടിപ്പടി തട്ടിക്കൊണ്ട് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉരുണ്ട് താഴേക്ക് വീണപ്പോ തൊട്ട് പിന്നാലെ ഊരിപ്പിടിച്ച പടവാളുമായി എടാ അള്ളാന്റെ റസൂല് പറഞ്ഞയച്ചത് ഒറ്റ കാരണം കൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. ഇല്ലായിരുന്നെങ്കിൽ എന്റെ തലയും ഉടലും 2 പീസാക്കി ഞാനിവിടെ മറിച്ചിടുമായിരുന്നു. എടാ എന്റെ പെണ്ണിനെ കെട്ടാൻ, എന്റെ മോളെ വിവാഹം കഴിക്കാൻ എന്ത് യോഗ്യത എനിക്കുള്ളത്? ഇനി എങ്ങാനും മദീന പട്ടണത്തിന് കണ്ടുപോയാൽ നിന്നെ ഞാൻ വധിച്ചു കളയുമെന്ന് പറഞ്ഞ് ആ അംർ ഇബ്നു വഹബ് ഓടിപ്പിടിച്ച പടവാളുമായി മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ റസൂലൊരു ദൂതര അല്ലൽ വാളിനിരയാകുമെന്നോരാ നബിയുടെ ദൂതരായി വന്നോരാ കൊണ്ട് വെറുതെ വിടാം നിന്നെ ഞാനിന്ന്. മുത്തിൻ റസൂലൊരു ദൂതര അല്ലൽ വാളിനിരയാകുമെന്നോരാ നബിയുടെ ദൂതരായി വന്നോരം കൊണ്ട് വെറുതെ വിടാം നിന്നെ ഞാനിന്നേ. നിനക്കെന്റെ പൊന്നും മോളെ മംഗല്യം കഴിച്ചിടാൻ ഒരുങ്ങുമെന്നോ? ഇല്ല ഞാൻ ഒരിക്കലും നിനക്കെന്റെ പൊന്നുമോളെ ഭാര്യയായി വാഴിക്കുവാൻ ഒരുക്കമില്ല. റസൂലൊരു ദൂതര അല്ലൽ വാളിനിരയാകുമെന്നോരാ നബിയുടെ ദൂതരായി വന്നോരാ കൊണ്ട് വെറുതെ വിടാം നിന്നെ ഞാനിന്ന്. മഹാനായ അംർ ഇബ്നു വഹബ് ഊരിപ്പിടിച്ച പടവാളുമായി മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പിന്നാലെ ഓടിക്കൊണ്ട് പറയുന്നു, ഏടാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞയച്ചത് ഒറ്റ കാരണം കൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. ഇല്ലായിരുന്നെങ്കിൽ എന്റെ തലയും മുടൽ 2 പീസാക്കി ഞാൻ ഇവിടെ മറിച്ചിടുമായിരുന്നു. അതുകൊണ്ട് മദീന പട്ടണത്ത് പോലും കണ്ടുപോകാൻ പാടില്ല. പോടാ. മഹാനായ അംർ ഇബ്നു വഹബ് സഅദ് റളിയല്ലാഹു അൻഹു ആട്ടി ഓടിച്ചു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കയറി ചെന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ കൽപ്പിച്ചു, ഞാൻ അംഗീകരിച്ചു. നേരെ അംർ ഇബ്നു വഹബിന്റെ വീട്ടിൽ പോയി ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം എന്നെ കൊല്ലാൻ വേണ്ടി വാളൂരുകയും ഈ മദീന രാജ്യത്ത് പോലും കണ്ടുപോകരുത് പറഞ്ഞ് എന്നെ ഊര് വിലക്കുകയും ചെയ്തിരിക്കുന്നു നബിയെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞപ്പോ മഹാനായ പ്രവാചകൻ നിങ്ങൾ പള്ളിന്റെ അകത്തേക്ക് നിൽക്കുക എന്ന് പറഞ്ഞ് സഅദ് റളിയല്ലാഹു അൻഹു പള്ളിന്റെ അകത്തേക്ക് കയറ്റി. അള്ളാന്റെ റസൂൽ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി 4 ഭാഗം ഇങ്ങനെ നോക്കി. അംർ ഇബ്നു വഹബിന്റെ വീട്ടിന്റെ ഭാഗത്തേക്കും തറപ്പിച്ച് നോക്കുമ്പോ അവിടെ ഒരു സംഭവം നടക്കുക.
ഊരിപ്പിടിച്ച വാളുമായിട്ട് അംറുൽ വഹബ് നടക്കാം. അള്ളാന്റെ റസൂൽ പറഞ്ഞയച്ചു പോയി. ഇല്ലായിരുന്നു കാണാമായിരുന്നു. അവന്റെ ഒരു ധിക്കാരം കണ്ടില്ലേ, എന്റെ മോളെ വിവാഹം കഴിക്കണ പോലും കുരുത്തം കെട്ടവൻ എന്നൊക്കെ പറഞ്ഞ് ആ ഊരിപ്പിടിച്ച വാളുമായിട്ട് മഹാനായ അംറുൽ വഹബ് ഇങ്ങനെ നടക്കുക. അള്ളാന്റെ റസൂൽ പറഞ്ഞയച്ച് ഇല്ലെങ്കിൽ കാണാമായിരുന്നു എന്നൊക്കെ അങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കുമ്പം റുഖിയ്യ ബീവി ചിന്തിക്ക, പടച്ചോനെ എന്റെ വാപ്പ എന്ത് പണിയാ ചെയ്തത്? ആ മനുഷ്യനെ അണഞ്ഞോട്ടി പിടിച്ച് സൽക്കരിച്ച് വീട്ടിലിരുത്തി എന്നിട്ട് ആട്ടി ഓടിക്കേ. അള്ളാന്റെ റസൂല് പറഞ്ഞൊരു വിരുന്നാരനാണത്. അയാൾ ആട്ടി ഓടിപ്പിച്ചാൽ അള്ളാന്റെ റസൂലിനെ ഈ വീട്ടിൽ നിന്ന് ആട്ടി ഓടിച്ച തുല്യമല്ല അത്. എന്റെ വാപ്പാക്ക് തെറ്റ് പറ്റി, പടച്ചോനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ എന്റെ വാപ്പ പോണത് നരകത്തിലേക്കാ. ആ പെൺകുട്ടി നേരെ ഇറങ്ങി വന്നു. അപ്പോഴും വാപ്പ ഇങ്ങനെ അള്ളാന്റെ റസൂല് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞിങ്ങനെ അങ്ങോട്ട് നടക്കുമ്പം റുഖിയ്യ ബീവി നേരെ വന്ന് വിളിക്കാ, വാപ്പാനെ വിളിക്കാൻ കണ്ട നേരെ. റുഖിയ്യ ബീവിക്ക് മനസ്സിലായി എന്റെ വാപ്പ എന്ത് പറഞ്ഞാലും ഇപ്പൊ കേൾക്കൂല. റുഖിയ്യ ബീവി എന്താക്കിയ നേരെ വീട്ടിന്റെ അകത്തേക്ക് കടന്ന് ആ പെൺകുട്ടി അലമാര തുറന്നു. പുതിയ വസ്ത്രങ്ങളെല്ലാം എടുത്തണിഞ്ഞു. നേരത്തെ എടുത്തു വെച്ച ആഭരണങ്ങളൊക്കെ എടുത്ത് കഴുത്തിലേക്ക് ഇട്ടു. ഒരു മണവാട്ടിയെ പോലെ വാപ്പാന്റെ മുമ്പ് കൂടെ ഇറങ്ങി ഇങ്ങനെ പോണത് കണ്ടപ്പോ അംറുൽ വഹബ് വിളിച്ചു, റുഖിയ്യ എങ്ങോട്ടാ? വാപ്പാക്ക് ഞാൻ എങ്ങോട്ടാ പോണെന്ന് അറിയണല്ലേ. വാപ്പാന്റെ കയ്യിലൊരു മൂർച്ചുള്ള വാളുണ്ട്. നേരത്തെ ഒരു പാവപ്പെട്ട മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഊരിയതാ. ആ വാള് കൊണ്ട് വാപ്പ എന്നെയും വെട്ടുമെന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട്. ഒരു മനുഷ്യൻ ഇവിടെ വന്നു, കറുകറുത്തൊരു മനുഷ്യൻ, മുഖം ആകപ്പാട് വസൂരി കലകളുണ്ട്, വികൃതമാണ്. കുട്ടികളൊക്കെ കണ്ടാൽ അയാൾ പേടിച്ച് വിറച്ചു പോകും. സഹോദരിമാര് കണ്ടാലോ പുരുഷ വർഗത്തെ ആകമാനം ശപിച്ചു പോകും. അത്രയും കാണാൻ വിരൂപനായ ഒരു മനുഷ്യൻ. അയാളിങ്ങോട്ട് പറഞ്ഞയച്ചത് എന്തിനാ? നിങ്ങളുടെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കോ ഇല്ലേന്നറിയാൻ. അതും പറഞ്ഞു വിട്ടതോ അള്ളാന്റെ പ്രവാചകർ. എന്റെ വാപ്പ എന്ത് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ ഞാൻ വിവാഹത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല, ഞാൻ വിവരം തരാമെന്ന് പറഞ്ഞ് ആ മനുഷ്യന് നല്ല രൂപത്തിൽ മടക്കി അയച്ചിരുന്നു. ഈ വാപ്പ എത്ര നന്നായിരുന്നു. എന്റെ വാപ്പ എന്താ ചെയ്തത്? അയാള് കടന്നു പിടിക്കുകയും കൊല്ലാൻ വേണ്ടി വാളൂരുകയും ചെയ്തില്ലേ? എന്റെ വാപ്പ പോകാൻ നിൽക്കുന്നത് അബൂജാഹിലിന്റെയും മുത്തുബത്തിന്റെയും ഷൈബത്തിന്റെയും കൂടെ നരകത്തിലേക്കാ. എന്നാൽ റുഖിയ്യ പോകുന്നത് ജന്നാത്തുൽ ഫിർദൗസിലേക്കാ. അള്ളാന്റെ റസൂൽ പറയാ, ആ വന്ന മനുഷ്യനല്ല, ഈ നിൽക്കുന്ന പുൽക്കൊടിയാണ് മോളെ നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കാൻ റുഖിയ്യ തയ്യാറാ. അതുകൊണ്ട് വാപ്പാന്റെ സൗന്ദര്യവും വാപ്പാന്റെ സമ്പത്തൊക്കെ നോക്കി വാപ്പ ഇവിടെ നിന്നോ, ഞാൻ പോകുന്നത് സുവലോക സ്വർഗത്തിലേക്കാ എന്ന് പറഞ്ഞ് റുഖിയ്യ ഇറങ്ങി പോകുമ്പോഴാണ് അംറുൽ വഹബ് ചിന്തിക്കണേ, അല്ലാഹ് തെറ്റ് പറ്റിപ്പോയല്ലോ. ഞാൻ ആ മനുഷ്യനെ സ്വീകരിച്ചില്ലേ, അണഞ്ഞൂട്ടി പിടിച്ചില്ലേ, എന്റെ പ്രൈവറ്റ് റൂമിലേക്ക് കയറ്റിയില്ലേ, വെള്ളം കൊടുത്തില്ലേ. ഇതൊക്കെ അയാളുടെ ഇഷ്ടം കൊണ്ടല്ല, അള്ളാന്റെ റസൂല് പറഞ്ഞയച്ചൊരു ഒറ്റ കാരണം കൊണ്ടാ. ഇപ്പൊ ഞാൻ അയാളെ കൊല്ലാൻ വേണ്ടി വാളൂരി. മോളെ വാപ്പാക്ക് തെറ്റ് പറ്റിപ്പോയി, മോൾ അകത്തേക്ക് പോ, ഞാൻ പോകാം റസൂലിന്റെ അടുക്കലേക്ക്. ഇല്ല വാപ്പ, റുഖിയ്യ വെച്ച കാല് ഇനി പിന്നോട്ടെടുക്കില്ല. മോള് വീട്ടിന്റെ അകത്തേക്ക് കയറിപ്പോ, ഞാൻ പോകാം റസൂലിനോട്, ഞാൻ പോകാം, മാപ്പ് പറയാം, ഞാൻ അവന്റെ സാഹചര്യത്തിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് അപേക്ഷിക്കാം, മോളകത്തേക്ക് കയറിപ്പോ. ഇല്ല വാപ്പ. അവസാനം അംറുൽ വഹബിന് മനസ്സിലായി എന്ത് പറഞ്ഞാൽ റുഖിയ്യ കേൾക്കൂല. അവസാനം അംറുൽ വഹബ് പറഞ്ഞു, മോളെ നീ അകത്തേക്ക് കയറി പോവുകയാണെങ്കിൽ ഞാൻ റസൂലിന്റെ അടുക്കിലേക്ക് പോവുകയും ആ വന്ന സാഹചര്യത്തിനെ കൊണ്ട് നീയുമായിട്ടുള്ള വിവാഹം അഥവാ നിക്കാഹ് അത് നടത്തിയിട്ടേ ഇനി വാപ്പ തിരിച്ചു വരുവുള്ളൂ, മോളകത്തേക്ക് കയറി പോകണം എന്ന്. അപ്പൊ റുഖിയ്യ ബീവി വീട്ടിന്റെ അകത്തേക്ക് കയറി പോയി. മഹാനായ അംർ ഇബ്നു വഹബ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലിന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. അള്ളാന്റെ പ്രവാചകരെ, പറ്റിപ്പോയി, ഞാൻ അയാളെ സ്വീകരിച്ചു, അദ്ദേഹത്തിന് വെള്ളം കൊടുത്തു. അദ്ദേഹം പറഞ്ഞപ്പോ എനിക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല നബിയെ. ഞാൻ അയാളെ കടന്നു പിടിച്ചു, കൊല്ലാൻ വാളൂരി. അള്ളാന്റെ പ്രവാചകരെ, എനിക്ക് സായദിനെ കാണണം, മാപ്പപേക്ഷിക്കണം. അള്ളാന്റെ റസൂൽ വിളിച്ച സാദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, കെട്ടിപ്പിടിച്ചു ഉറക്കെ പൊട്ടിക്കരയാൻ തുടങ്ങി. ഇവരെ പൊട്ടിക്കരച്ചിൽ കണ്ടപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, അതൊന്നും സാരില്ല, മനുഷ്യന്മാരല്ലേ, അതൊക്കെ സംഭവിക്കും. ഇത് കേട്ടപ്പോ അംറുൽ വഹബ് പറഞ്ഞു, നബിയേ, ഈ മനുഷ്യൻ എന്റെ വീട്ടിൽ വന്നത്
എന്റെ മകളെ ഇദ്ദേഹത്തിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമല്ലേന്നറിയാനാ. എനിക്ക് ആകെ ഒരൊറ്റ മകളെ ഉള്ളൂ. എന്റെ മകൾ റുഖിയയെ ഈ നിൽക്കുന്ന മനുഷ്യനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ എനിക്കും എന്റെ മകൾ റുഖിയക്കും 100 വട്ടം സമ്മതമാണ്. അതുകൊണ്ട് വിവാഹം ഇപ്പൊ തന്നെ നടത്തി തരണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിവാഹം ഇപ്പോൾ നടത്തല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ വലിയ പണക്കാരനല്ലേ, ഒരുപാട് ആളുകളുമായിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ബന്ധല്ലേ, അവരൊക്കെ വിളിച്ചോ, എല്ലാവരെയും വിവാഹത്തിന് വിളിക്ക്. നാളെ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് നിക്കാഹ് നടത്താം. അള്ളാന്റെ പ്രവാചകരെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് നിക്കാഹ് നടത്താം, ആളുകളെ മുഴുവൻ ക്ഷണിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് ആ നിക്കാഹ് കർമ്മം ഉറപ്പിച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് മഹാനായ അംർ ഇബ്നു വഹബ് പുറത്തേക്ക് ഇറങ്ങി. പോകുന്ന വഴിവക്കിൽ ആളുകളെ മുഴുവൻ വിവാഹത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അംർ ഇബ്നു വഹബ് വീട്ടിലേക്ക് പോകുന്നത്. അസ്സലാമു അലൈക്കും, നാളെ എന്റെ മോളെ വിവാഹ, നേരത്തെ വീട്ടിലേക്ക് വരണം, ആരും മറക്കരുത്. ആളുകളെ ക്ഷണിച്ചുകൊണ്ട് അംർ ഇബ്നു വഹബ് പോണത്. എന്തേപ്പണ്ടായത്? ഒരു 10 മിനിറ്റ് മുമ്പല്ലേ വാൾ ഊരി പിടിച്ചുകൊണ്ട് നാട്ടിൽ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വരുന്ന നിക്കാഹ് ഉറപ്പിക്കണ പോണ്. അത്ഭുതത്തോടു കൂടി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇപ്പോഴും ഇങ്ങനെ നിക്കന്നെ, വിവാഹമാണ് ഉറപ്പിച്ചത്, ഒന്ന് ചിരിക്കടോ. അങ്ങനെ ചിരിച്ചിട്ടൊന്നും കാര്യമില്ല. അംർ ഇബ്നു വഹബിന്റെ മോളാ, കോടീശ്വരിയാ, നല്ല മഹർ കൊടുക്കണം. അള്ളാന്റെ പ്രവാചകരെ, എന്താ എനിക്ക് വിവാഹം വേണ്ട, വിവാഹം വേണ്ടെന്നു ഇതുവരെ വിവാഹം കഴിക്കണം എന്ന്. അതല്ല, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്, എനിക്ക് പാവപ്പെട്ട കുടുംബത്തിന് മതി. ഇത്രയും വലിയ കോടീശ്വരനായ മകൾക്ക് മഹർ കൊടുക്കാൻ നിന്നോട് അതൊന്നും വിഷയാക്കണ്ട. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നബി എനിക്കറിയാം. എന്നെ എപ്പോ കണ്ടാലും ചോദിക്കും സഅദേ വിവാഹക്കാരി എന്തായി? എങ്കിൽ ഉസ്മാൻ ഞങ്ങൾ അടുക്കിലേക്ക് പോവുക, എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാ, കുറച്ച് കാശ് കടം തരാൻ വേണ്ടി പറയും. ആ കാശുമായിട്ട് പോയിട്ട് മഹർ വാങ്ങി വിവാഹ പന്തലിലേക്ക് വാ. ഇത് കേട്ട മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, എന്നാ ഞാൻ പോയിട്ട് ഉസ്മാൻ ഞങ്ങളെ കണ്ടുവരാം, അസ്സലാമു അലൈക്കും. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി നേരെ ഓടുക ഉസ്മാൻ ഞങ്ങളെ വീട്ടിലേക്ക്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നോക്കിങ്ങനെ കാണാ, ആരാപ്പാ വരുന്നത്? സഅദല്ലേ, ഓടിയിട്ടാണല്ലോ വരുന്നത്. മഹാനായ ഉസ്മാൻ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി, ഓടിച്ചെന്ന് അണഞ്ഞൂട്ടി പിടിച്ച് അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. വീട്ടിന്റെ അകത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് എന്തൊക്കെയാണ്? അൽഹംദുലില്ലാ റാഹത്ത. നമ്മളെ വിവാഹക്കാരി എന്തായി? ഉറപ്പിച്ചോ? ഇത്രയും പെട്ടെന്ന്? ശരി. അപ്പൊ എവിടുന്നാ പെണ്ണ്? അത് കുറച്ച് ദൂരെ കുറച്ചങ്ങോട്ട് അപ്പുറത്തേക്കാ. ആരെ മോളാ? അംർ ഇബ്നു വഹബിന്റെ മോളാ. ഏത് അംർ ഇബ്നു വഹബ്? നിങ്ങൾക്ക് എത്ര അംർ ഇബ്നു വഹബിനെ അറിയാം? എനിക്ക് ആകെ ഒരു അംർ ഇബ്നു വഹബിനെ അറിയുള്ളൂ, അത് ഈ മദീനയിലെ കോടീശ്വരനാ. ആ കോടീശ്വരനായ അംർ ഇബ്നു വഹബിന്റെ മകൾ റുഖിയ ബീവിയെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോണത്. വട്ടായില്ലേ? ഉസ്മാൻ ഞങ്ങൾ ചിന്തിക്ക, പടച്ചോനെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് നടന്ന് ഇപ്പൊ അവസാനം വട്ടായ. അള്ളാന്റെ റസൂല് ഇപ്പം പള്ളിയിൽ വെച്ചിട്ട് ഞങ്ങൾ തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു. ഇത് കേട്ടപ്പോൾ ഉസ്മാൻ ഞങ്ങൾക്ക് ഉറപ്പായി. കാരണം എന്താ? അള്ളാന്റെ റസൂല് ഉറപ്പിച്ചാ ഉറപ്പല്ലോ, അല്ലാതെ ഒരു നിലക്ക് കുഫോക്കൂലേ. അത് മഹാനായ ഉസ്മാൻ ഞങ്ങൾ പറഞ്ഞു, ശരി അള്ളാന്റെ റസൂല് ഇപ്പൊ പള്ളിയിൽ നിന്ന് ഉറപ്പിച്ചാണ്ട് പോയിട്ടുള്ളൂ, നാളെ രാവിലെയാണ് വിവാഹം, നിങ്ങൾ നേരത്തെ വരണം. ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. സഅദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ്. അപ്പൊ നാളെയാണ്? നാളെ ഇൻഷാ അല്ലാഹ് നേരത്തെ വരണ്ട്. അംർ ഇബ്നു വഹബിന്റെ മോളാ. ആയിക്കോട്ടെ, പറഞ്ഞല്ലോ. റുഖിയ അതൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് നേരത്തെ വരണ്ട്. ഞങ്ങൾ നേരത്തെ വരണം കേട്ടോ. എന്നാ ശരി, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അപ്പൊ മറക്കരുത് കേട്ടോ, നാളെയാണ്, നേരത്തെ വരണോ. വലിയ പണക്കാരനാ. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പോണില്ല. ഉസ്മാൻ ഞങ്ങൾ കാര്യം മനസ്സിലായി. ഉസ്മാൻ ഞങ്ങൾ പറഞ്ഞു അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് ഉസ്മാൻ ഞങ്ങൾ വീട്ടിന്റെ അകത്തേക്ക് കടന്നു. ഒരു പണത്തിന്റെ സഞ്ചി എടുത്തു കൊണ്ടുവന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എന്റെ അഭിപ്രായത്തിൽ 200 ദിർഹം ഉണ്ടാകും. ഒരു റിപ്പോർട്ട് പ്രകാരം 2000 ആണ് എന്നും അഭിപ്രായമുണ്ട്. അപ്പൊ ഏതെങ്കിലും ആട്ടെ 200 ദിർഹം ഉണ്ടാകും. ഇത് പോയിട്ട് ആവശ്യമായ
ആവശ്യമായ മഹറും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങുക. എല്ലാം വാങ്ങിയിട്ട് കാശ് പോരായുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ തരിക. ഇത് എന്റെ വക വിവാഹ സമ്മാനമാണ്, കടമല്ല. അതുകൊണ്ട് എത്രയാണോ ആവശ്യമുള്ളത് അത് മുഴുവൻ ഞാൻ തരാം, ധൈര്യമായിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാ, കടുവല്ലല്ലോ, വളരെ ആവേശത്തോടു കൂടി മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആ കിട്ടിയ പണവുമായി അതാ മഹറും വസ്ത്രങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി അതാ ചന്തയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പണവുമായി മടങ്ങുന്നേ, കൽബിൽ സന്തോഷത്തിൽ കിരണം വന്ന് ഭവിക്കുന്നേ, ചിരകാലവിലാശം പൂവണിയും ദിനമാണേ, റബ്ബിൻ സ്തുതിയോതി സൂഖിലേക്ക് മടങ്ങുന്നു. മണവാട്ടിയേയുമോർത്ത് നടന്നിടുന്നേ, നാരിക്കയാഭരണ വാങ്ങാൻ പോകുന്നേ, മണവാട്ടിയേയുമോർത്ത് നടന്നിടുന്നേ, നാരിക്കയാഭരണ വാങ്ങാൻ പോകുന്നേ, സുന്ദരമായൊരു ദിവസത്തിനായി സുന്ദരമായൊരു രാത്രിയെ പുൽകാൻ സുമത്തിനൊത്തൊരു ജീവിതം ഇന്ന് ആമോദത്തോടെ അവർ നടന്നിടുമ്പോൾ പേട്ടുന്നൊരു ശബ്ദം കേട്ട് തരിച്ചിടുന്നേ. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പണത്തിന്റെ കെട്ടുമായി ചന്തയിലേക്ക് ഓടുക. ഒരുപാട് സുന്ദര മോഹന സ്വപ്നങ്ങളായിട്ട്, അല്ലാ നാളെ എന്റെ വിവാഹം, നല്ല മഹർ വാങ്ങണം, പുതുമണവാട്ടിക്ക് നല്ല ഡ്രസ്സും വാങ്ങണം, എനിക്കും വേണം പുതിയതൊക്കെ ഒന്ന് വാങ്ങാം, എന്നിട്ട് നാളെ എന്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് എന്റെ റുഖിയാന്റെ കയ്യും പിടിച്ചുകൊണ്ട് ഈ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കണം. ഒരുപാട് ആളുകൾ എന്നെ ആട്ടി ഓടിച്ചിട്ടില്ലേ, അവരൊക്കെ ഒന്ന് കാണണം ഞാൻ റുഖിയാനെയും കൊണ്ട് പോകുന്നത് എന്നൊക്കെ ചിന്തിച്ച് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു നേരെ ചന്തയിലേക്ക് ഓടുമ്പണ്ട് മദീനത്തെ പള്ളിയുടെ ഭാഗത്ത് നിന്നൊരു 3-4 ആളുകൾ ഇങ്ങനെ ഓടി വരിക. ഇത് ചതിയായി പോയി, ഇത് ചതി വല്ലാത്തൊരു ചതിയായി പോയി, ഇത് ഇങ്ങനെ വന്ന ചതി എന്ത് ചെയ്യാം നമ്മള് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരുമ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അമ്പരന്ന്, പടച്ചോനെ പള്ളിയുടെ ഭാഗത്താണല്ലോ ഓടി വരുന്നത്, എന്താ ഉണ്ടായത്? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു നേരെ ഓടിച്ചെന്ന് പറഞ്ഞു, ആരാ ചതിച്ചത്? എന്താ സംഭവം? എവിടെയാ ചതി? സഅദേ, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 100ഓളം പടയാളികൾ മദീനത്തെ പള്ളി ആക്രമിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ ഇപ്പോഴല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ അവിടെ യുദ്ധത്തിന്റെ ഒരു ആരവും ഇല്ലല്ലോ. ഞാൻ പോരുമ്പോ ഏതാനും കുറച്ച് സ്വഹാബത്തെ കിറാമുള്ളത്, അര പട്ടിണിയും മുഴുവൻ പട്ടിണിയുമാ, അവരെ കയ്യിൽ ആയുധങ്ങളും ഇല്ല. പടച്ചോനെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, ഇതുമായിട്ട് ഞാൻ ചന്തയിൽ പോയി മഹർ വാങ്ങി മണവാട്ടിയോടൊപ്പം മണിയറയിലേക്ക് പോകണോ? അതല്ല, എന്റെ കയ്യിലുള്ള കാശ് കൊണ്ട് യുദ്ധത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങിക്കൊണ്ട് ഞാൻ പടക്കളത്തിലേക്ക് പോകണോ? അള്ളാന്റെ ദീനിനെ സഹായിക്കണോ? രണ്ട് ഭാഗം മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു. അവസാനം ഒരു തീരുമാനത്തിലെത്തി, ഞാൻ പോകേണ്ടത് പടക്കളത്തിലേക്ക്, പടച്ച റബ്ബിന്റെ ദീനിനെ സഹായിക്കാൻ. മരണപ്പെട്ടാൽ സുവലോക സ്വർഗത്തിലേക്ക്, തിരിച്ചു വന്നാൽ വീണ്ടും മുസ്ലിം തങ്ങൾ അടുക്കിലേക്ക് പോവാം, കുറച്ച് കാശും കൂടി വാങ്ങാം, മഹർ വാങ്ങിയിട്ട് മണവാട്ടിയോടൊപ്പം മണ്ഡപത്തിലേക്ക്. ഇത് തീരുമാനിച്ച മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു നേരെ ചന്തയിലേക്ക് ഓടി. എന്നിട്ട് ആദ്യമായിട്ട് നല്ല സ്പീഡിൽ ഓടാൻ പറ്റുന്ന നല്ലൊരു കുതിരയെ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വാങ്ങി. മക്കി കുതിര എന്ന ചരിത്രത്തിൽ പറയുന്നത് വിശദീകരിക്കാൻ നമുക്കിപ്പോൾ സമയമില്ല. മക്കി കുതിരകൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. മഹാനായിരിക്കുന്ന അലിയാർ തങ്ങളുടെ കുതിര ദുൽദുൽ മക്കി കുതിരയായിരുന്നു. അള്ളാന്റെ റസൂൽ ഉപയോഗിച്ചിരുന്ന കുതിര വറുബ മക്കി കുതിരയായിരുന്നു. ഒരുപാട് പ്രത്യേകതകൾ മക്കി കുതിരകൾക്കുണ്ട്. പടക്കളത്തിൽ അതിങ്ങനെ ചീറും. മഹാനായിരിക്കുന്ന അലിയാർ തങ്ങളുടെ കുതിരയൊക്കെ ദുൽദുൽ എന്ന കുതിര പടക്കളത്തിലേക്ക് എത്തിയാൽ, പടക്കളത്തിലേക്ക് എത്തിയാൽ ആ ദുൽദുൽ എന്ന കുതിരക്കുട്ടി അത് രണ്ട് കൈയും തന്റെ മുമ്പിൽ ശത്രു മുമ്പിലേക്ക് വന്നാൽ രണ്ട് കൈയും ഇങ്ങോട്ട് ഉയർത്തി പിടിച്ചു ആകാശത്തിലേക്ക്
അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് തന്റെ മുമ്പിലേക്ക് വരുന്ന ശത്രുവിനെ അടിച്ചു തെറിപ്പിക്കാനുള്ള കഴിവ് മഹാനായ എന്ന കുതിരക്കുണ്ട്. മഹാനായിരിക്കുന്ന റസൂലുള്ളാഹിന്റെ കുതിര വറബത്ത്, ആ വറബ എന്ന കുതിരക്കുണ്ട്. അങ്ങനെ മക്കി കുതിരകൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. നല്ല സ്പീഡിൽ ഓടാൻ പറ്റുന്ന യുദ്ധ പാഠവുമുള്ള നല്ലൊരു മക്കി കുതിരയെ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വാങ്ങി. 2 വാള് വാങ്ങി. ഒരു വാള് അരയിലേക്ക് വെച്ചു, മറ്റേ വാള് കയ്യിൽ പിടിച്ച് ഒരു പരിചയം വാങ്ങി. തികഞ്ഞ യോദ്ധാവിനെ പോലെ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആ കുതിരപ്പുറത്തേക്ക് ചാടാൻ വേണ്ടി ഒരുങ്ങുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, അല്ല ഞാനിപ്പോ എങ്ങോട്ടാ പോണത്? പടക്കളത്തിലേക്കോ? അള്ളാന്റെ റസൂൽ എന്നെ കണ്ട ഉടനെ പറയും, സഅദേ കേറിപ്പോ, നിന്നോട് ഞാൻ വരാൻ പറഞ്ഞത് കല്യാണ മണ്ഡപത്തിലേക്കാ, പടക്കളത്തിലേക്കല്ല. കാരണം അള്ളാന്റെ റസൂൽ വിവാഹത്തിന്റെ തലേ ദിവസം ഒരാളെ ഈ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കൂല. അള്ളാന്റെ റസൂൽ ഒരുപാട് നിയമങ്ങളുണ്ട്. യുദ്ധക്കളത്തിലേക്ക് വരുമ്പോ ഒരുപാട് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വരാൻ പറ്റുള്ളൂ. അസ്ഹാബുൽ ബദരീങ്ങൾ 313 അല്ലേ? ബദർ നമ്മളൊക്കെ പഠിച്ചവരല്ലേ, നമുക്കൊക്കെ അറിയണതല്ലേ. നമ്മൾ ബദരീങ്ങളെ പേരിങ്ങൾ ചെല്ലാറില്ലേ? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബദറിൽ പങ്കെടുത്തിട്ടില്ല. ബദർ യുദ്ധക്കളത്തിലേക്ക് പോരാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി വന്നു. അള്ളാന്റെ റസൂൽ ഇങ്ങനെ എണ്ണി 313 സ്വഹാബത്തെ കിറാം. അതിൽ 8 ആളുകളെ അള്ളാന്റെ റസൂൽ മാറ്റി നിർത്തി. നിങ്ങൾ പോരണ്ട, നിങ്ങൾ മാറി നിൽക്ക്. 8 ആളുകളെ മാറ്റി നിർത്തി. അതിൽ പ്രധാനപ്പെട്ട വ്യക്തി ഒന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിൽ പോരരുത്. ഒരാൾക്കുള്ള കാരണം എന്താ അറിയോ? ഉസ്മാൻ തങ്ങളുടെ ഭാര്യയായ റുഖിയ ബീവിക്ക് അന്ന് കലശമായ രോഗമായിരുന്നു, നല്ല രോഗ. അപ്പൊ മഹാനായ ഉസ്മാൻ തങ്ങൾ യുദ്ധത്തിന് പോന്നാൽ റുഖിയ ബീവിനെ സംരക്ഷിക്കാൻ ആളില്ലാതെ വരും. ഭാര്യമാർക്ക് സുഖമില്ലാതായ വരെ യുദ്ധക്കളത്തേക്ക് പോകാൻ പറ്റൂല. അപ്പൊ ഭാര്യമാർക്ക് സുഖമില്ലാതായ പിന്നെ ജോലിക്ക് പോകാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ് മസാല നമുക്ക് പിന്നെ പറയാം. ഏതെങ്കിലും ആട്ടെ, ഉസ്മാൻ തങ്ങളെ അള്ളാന്റെ റസൂൽ മാറ്റി നിർത്തി. അങ്ങനെ 8 ആളുകളെ മാറ്റി നിർത്തി. പക്ഷേ അള്ളാന്റെ റസൂൽ പറയാ, ഈ 8 ആളുകളും ബദരീങ്ങളാണ്. ബദറിൽ കേറി പൊരുതിയ പോലെയുള്ള പവിത്രതയും ശ്രേഷ്ഠതയും അവർക്കുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. 8 ആളിലും എണ്ടരുൾ ചെയ്തു ത്വാഹ. 8 ആളുകളെ പറ്റിയും അള്ളാന്റെ റസൂല് അരുൾ ചെയ്തു, കിട്ടും അവർക്ക് വനീമത്ത് മുതലും ബദറിൽ പങ്കെടുത്ത പോലെയുള്ള പവിത്രതയും ശ്രേഷ്ഠതയും കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ബദറിലേക്ക് അള്ളാന്റെ റസൂല് സ്വഹാബത്തെ കിറാമിന് വന്നപ്പോ തന്നെ ആ സ്വഹാബത്തിൽ നിന്ന് പലരെയും മാറ്റി നിർത്തി. അപ്പൊ അള്ളാന്റെ റസൂല് എന്നെയും മാറ്റി നിർത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? അള്ളാന്റെ റസൂല് എന്നെ അറിയാൻ പാടില്ല. ഞാൻ പടക്കളത്തിലേക്ക് വന്ന മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആ പണസഞ്ചി പണക്കിഴി ഒന്നും കൂടി തപ്പി നോക്കിയപ്പോ കുറച്ച് കാശ് കൂടി, ചില്ലറ പൈസ എന്ന് പറയല്ലോ, കുറച്ച് കാശും കൂടി കിട്ടി. അത് എടുത്തുകൊണ്ട് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു നല്ലൊരു മുഖമൂടി ഇങ്ങോട്ട് വാങ്ങി. ആ മുഖമൂടി വാങ്ങി അതിങ്ങോട്ട് മുഖത്ത് ഫിറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല, ഇനി അല്ലാഹുവിന്റെ റസൂൽ എന്നെ തിരിച്ചറിയുകയില്ല. ഇത് മനസ്സിലാക്കിയ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആവേശത്തോടു കൂടി അതാ അല്ലാഹു അക്ബർ ആ കുതിരപ്പുറത്തേക്ക് ചാടി കയറുകയും ആ കുതിരയുടെ കടിഞ്ഞാൺ ഇങ്ങോട്ട് വലിച്ചു പിടിച്ചു തന്റെ കുതിരയെ അതിശീഘ്രം ഓട്ടി 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 അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തെ കിറാമും നിൽക്കുന്ന ആ പടക്കളത്തിന്റെ തൊട്ടടുത്തൊരു പൊന്തക്കാട്, ആ പൊന്തക്കാടിൽ തന്റെ കുതിരയെ സ്റ്റോപ്പ് ചെയ്തു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആ പടക്കളത്തിലേക്ക് ഇങ്ങനെ നോക്കുക. ആ സമയത്ത് ഒരു ഭാഗത്ത് കാണുന്ന കാഴ്ച, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 100ഓളം പടയാളികൾ സർവ്വ ആയുധങ്ങളും എടുത്തുകൊണ്ട് വാള്, കുന്തം, ചാട്ടുളി, ബമ്മ, പൺമണി, ശൂലം, വജ്രം, മുർമി, കത്തി, തോട്ടി, വല പോലെയുള്ള 18 ആയുധങ്ങളും എടുത്തുകൊണ്ട് ചണ്ടകള്, മദ്ദളം, വീണ, സിത്താര, കൈമണി, പൊന്നാരം, വാജി, വിഷല്, കൊയല് പോലെയുള്ള ശബ്ദങ്ങൾ മുഴക്കിക്കൊണ്ട് അവരിങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ചണ്ടകളും മദ്ദളം മുഴക്കിക്കൊണ്ട് ഞങ്ങളിലൊന്നിനെ തൊട്ട് കളിച്ചാൽ അക്കളി തിങ്കളി സൂക്ഷിച്ചോ. അവരിങ്ങനെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുമ്പോ മറുഭാഗത്തുള്ള സ്വഹാബത്തെ കിറാം വളരെ കുറച്ചാളുകൾ
അരപട്ടിണിയും മുഴുപട്ടിണിയും, ആയുധങ്ങളുള്ള ഉള്ളത് തന്നെ ഒടിഞ്ഞത്, മടങ്ങിയത്, തുരുമ്പിച്ചത്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, പടച്ചോനെ, ഈ മലവള്ളപ്പാച്ചിൽ പോലെയുള്ള സർവായുധ വിഭൂഷകരായ പട്ടാളക്കാരോട് ഈ പാവപ്പെട്ട സ്വഹാബത്തെ കിറാം എങ്ങനെ പടവരുത്തി വിജയിക്കും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്നതാ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങി. രണ്ടു ഭാഗം ആളുകളും അതാ പള്ളക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് ശക്തിയായി യുദ്ധം ആരംഭിച്ചു. മഹാന്മാരായ സ്വഹാബത്തെ കിറാം ആയുധങ്ങളില്ലാതെ വന്നപ്പോ അബൂ സുഫിയാന്റെ ആ നിരകള് പട്ടാളക്കാർ അവർ സർവ്വ ആയുധങ്ങളും എടുത്തുകൊണ്ട് പ്രയോഗിച്ചപ്പോ മഹാന്മാരായ സ്വഹാബത്തെ കിറാം ബേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ അബൂ സുഫിയാന്റെ പടയാളികൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോ ആ മുഖംമൂടിക്കാരൻ ചിന്തിച്ചു, ഇല്ല എന്റെ സ്വഹാബത്തെ കിറാം പരാജയപ്പെടാൻ പോകുന്നു. ആരും എന്നെ അറിയില്ല, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ആ മുഖംമൂടിക്കാരൻ തന്റെ മുഖംമൂടി ഒന്നും കൂടി ഫിറ്റ് ചെയ്ത് ഉറപ്പിച്ചുകൊണ്ട് ആ കുതിരക്കുട്ടിയെ ഒരൊറ്റ ചാട്ടം പടക്കളത്തിലേക്ക് അങ്ങോട്ട് ചാടി. പടക്കളത്തിന് സെന്റർ ആ കുതിരയെ സ്റ്റോപ്പ് ചെയ്ത് ശത്രുപാളയത്തിലേക്ക് കുതിര തിരിച്ചു വെച്ചു. തന്റെ കയ്യിലുള്ള ഗഡുകം കൊണ്ട് കൊടുത്തു. ശക്തിയായ പോരാട്ടം നടത്തിയപ്പോ അള്ളാന്റെ റസൂൽ ചോദിച്ചു, സ്വഹാബ ഏതാണ് ആ മുഖംമൂടിക്കാരൻ? അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ മുഖംമൂടിക്കാരൻ അത്യുച്ചത്തിൽ തക്ബീർ മുഴക്കിക്കൊണ്ടിരുന്നപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ ഏതാണ് ആ മുഖംമൂടിക്കാരൻ? അയാൾ തക്ബീറുകൾ ചെല്ലുന്നല്ലോ, അതുകൊണ്ട് സ്വഹാബ നിങ്ങൾ ആ മുഖംമൂടിക്കാരൻ നേതാവാക്കുക, അയാളെ പിന്നാലെ അണിനിരക്കുക. അയാൾ തക്ബീറുകൾ ചെല്ലുമ്പോൾ നിങ്ങൾ ഉറക്കെ തക്ബീർ ചെല്ലുക. അയാളെ നേതാവാക്കിക്കൊണ്ട് ഒറ്റ മനസ്സോടുകൂടി നിങ്ങൾ യുദ്ധം ചെയ്താൽ സ്വഹാബ നിങ്ങൾക്ക് ഇവിടെ പരിപൂർണ്ണ വിജയമുണ്ടാകും സ്വഹാബ. അതുകൊണ്ട് ആ മുഖംമൂടിക്കാരനെ നേതാവാക്കുക. അയാൾ തക്ബീറുകൾ ചെല്ലുമ്പോൾ നിങ്ങൾ ഉറക്കെ തക്ബീറുകൾ ചെല്ലുക എന്ന് പറഞ്ഞപ്പോ സർവ്വ സ്വഹാബത്തും ആ മുഖംമൂടിക്കാരനെ നേതാവാക്കി. ആ മുഖംമൂടിക്കാരൻ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ആവേശത്തോടു കൂടി സ്വഹാബത്തേക്ക് നാം തക്ബീറുകൾ മുഴക്കിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു അക്ബർ, അഖിലാണ്ടവും ആ ദുനിയാ മുഖരിതമാ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലത്തല്ലി രക്തം ചിന്തിയ ബദരീങ്ങളെ. അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലത്തല്ലി രക്തം ചിന്തിയ ബദരീങ്ങളെ. റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹും ശുഹദാക്കളെ. റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹും ശുഹദാക്കളെ. ബദറിൽ ഷഹീദായ ശുഹദാക്കളെ, ബദറിൽ ഷഹീദായ ശുഹദാക്കളെ. അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലതല്ലി രക്തം ചിന്തിയ ബദരീങ്ങളെ. അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലതല്ലി രക്തം ചിന്തിയ ബദരീങ്ങളെ. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ കഥയുടെ ക്ലൈമാക്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഒരു കവർ വിട്ടിട്ടുണ്ടെന്നാണ്. കവർ വിട്ടിട്ടുണ്ട്. അതില് നാളെ വരുമ്പോ നല്ല ഒരു സംഖ്യ കൊണ്ടുവരണം. ഒരു കവറിന്റെ പൈസ ആയിക്കോട്ടെ ഉസ്താദേ. കവറിന് ഇവിടെ എത്ര വരുന്നത്? കവറിന് എത്ര വരുന്നത്? 10,000 ഉള്ളൂ. കവറിന് 10,000 ഉള്ളൂ. എന്നാ ഞാൻ മേടിച്ചാൽ അങ്ങോട്ട് വരാം. കാരണം എന്റെ നാട്ടിൽ അയലാറാവേ. അപ്പൊ ഏതെങ്കിലും സഹോദരിമാരെ നാളെ വരുമ്പോ നല്ലൊരു സംഖ്യ കൊണ്ടുവരാ. അത് പരിപാടിക്കുള്ളതല്ല കേട്ടോ. ആദ്യം പറയാം, പരിപാടിക്കുള്ള സംഖ്യയല്ല, മറിച്ച് ഇതിന്റെ സംഘാടകരുടെ ഇപ്രാവശ്യത്തെ ഓരോ വാർഷികം കഴിയുമ്പോൾ ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്.
ഓരോ കഴിഞ്ഞ 10ാം വാർഷികത്തിലും 15ാം വാർഷികത്തിലൊക്കെ ഓരോ സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് വാർഷികം കഴിഞ്ഞിട്ട് അവർ കൊടുക്കാറുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അൽഹംദുലില്ലാഹ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ സിലിണ്ടറിന്റെ അല്ലെ ഒരു സിലിണ്ടറാണ്, ഓക്സിജൻ സിലിണ്ടർ. അതിന് 60,000 രൂപയോളം വരുന്ന 60-70,000 രൂപയോളം അതിന് വില വരും. വളരെ അധികം ഉപകാരമുള്ള സാധനമാണത്. കാരണം ഞാൻ അതിനെ പറ്റി വളരെ വിശദമായിട്ട് പഠിച്ചു. ഏത് സ്റ്റേജ് വന്ന് എവിടെ നെല്ലിക്കുത്ത്, മഞ്ചേരിക്കടുത്ത് നെല്ലിക്കുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതേ രൂപത്തിൽ ഒരു പരിപാടി അവതരിപ്പിച്ച് അവരുടെ ഉദ്ദേശം ഒരു ഓക്സിജൻ സിലിണ്ടർ വാങ്ങണം എന്നായിരുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങൾ 3 ദിവസത്തെ ബദറാണ് അവതരിപ്പിച്ചത്. ഇത് ലൈവാണല്ലോ, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം, കാരണം എന്താ കളവല്ല എന്നർത്ഥം. 3 ദിവസത്തെ ബദറായിരുന്നു അവിടെ അവതരിപ്പിച്ചത്. അന്ന് അവരോട് പറഞ്ഞത്, ഉസ്താദ് ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യം ഒരു ഓക്സിജൻ സിലിണ്ടറാ, അത് ഇലക്ട്രിക്കലിന്റെ, അതുകൊണ്ടാണ് വില വരുന്നത് അല്ലെ, ഇലക്ട്രിക്കാണ്, കറണ്ടിൻ്റെതാ. എന്താ പ്രത്യേകത എന്നറിയാം? സാധാരണ നമ്മൾ ആംബുലൻസിലൊക്കെ ഉണ്ടാവുന്നത് ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാവുമല്ലോ, അതിൽ ഒരു രോഗിനെ വെച്ച് കടത്തിയിട്ട് ഓക്സിജൻ കൊടുത്താൽ 3 മണിക്കൂർ, ഗൗരവത്തിലുള്ള രോഗിയാണെങ്കിൽ 2 മണിക്കൂറൊക്കെ ഓക്സിജൻ കിട്ടുള്ളൂ. ആ കുറ്റിയിൽ അത്ര ഉണ്ടാവുള്ളൂ, ആ സിലിണ്ടർ കാലിയായി പോകും. അപ്പം ഇവിടുന്നൊക്കെ മെഡിക്കൽ കോളേജിലേക്ക് ഒരാളെ കൊണ്ടുപോവുകയാണെങ്കിൽ ചിലപ്പോൾ 2-3 ഓക്സിജൻ സിലിണ്ടർ ആംബുലൻസിൽ കരുതിയിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്നാൽ ഈ സിലിണ്ടറിന്റെ പ്രത്യേക തരങ്ങൾ 24 മണിക്കൂറും അതിൽ ഓക്സിജൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് ഓക്സിജൻ എടുത്തിട്ടാണ് നമ്മൾ ആ രോഗിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുക. ഏതെങ്കിലും വളരെ ഉപകാരപ്രദമായ ഒരു സാധനമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് സഹോദരിമാരെ വക ആവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആ പരിപാടിക്ക് ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ ഒരു സഹോദരൻ എണീറ്റ് കൊണ്ട് പറഞ്ഞു 50,000 രൂപ എന്റെ വക തരാ ആ സിലിണ്ടർ കുറ്റി വാങ്ങാനെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് അപ്പൊ അവരൊക്കെ സെറ്റപ്പായി. അപ്പൊ ഇൻഷാ അല്ലാഹ് എനിക്കിങ്ങോട്ട് പറയാനുള്ളത്, സഹോദരിമാരെ, അങ്ങനെ ആരെങ്കിലും ഒരാള് ഞാൻ തരാം അതിന്റെ കാശ് എന്ന് പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് വളരെയധികം റാഹത്താകും. കാരണം കാര്യങ്ങള് നമ്മളൊക്കെ ഇപ്പൊ സഹോദരന്മാരോട് പറയട്ടെ, സഹോദരിമാർക്ക് മാത്രം ബാധ്യതയില്ല, നമ്മളോട് പറയാ, ആരെങ്കിലും കഴിയുകയാണെങ്കിൽ എന്റെ വക ഇതിലേക്ക് ഒരു 10,000 അല്ലെങ്കിൽ 50,000 അല്ലെങ്കിൽ 20,000 ഇപ്പൊ പറയണ്ട, സംഘാടകരുമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുക. കാരണം നമ്മളൊക്കെ എത്ര 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സൊക്കെ നമ്മക്കായില്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത്രയും കാലം നമ്മൾ ജീവിച്ചിട്ട് എന്തേ നമ്മൾ ദീനിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന സംഗതി കൊടുത്തു എന്ന് പറഞ്ഞാട്ട് ഒന്ന് സമാധാനിക്കാൻ നമ്മൾ ഈ കാലം വരെ എന്താ കൊടുത്തത് എന്നെല്ലാരും ചിന്തിച്ചാൽ മതി. അപ്പൊ ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി കൊടുക്കുക. സഹോദരിമാര് നാളെ ആ കവറിൽ ചുരുങ്ങിയത് ഞാൻ പറയണില്ല, നിങ്ങളെ കഴിവിന്റെ പരമാവധി കൊണ്ടുവന്നു. കാരണം ഞാനിവിടെ വന്നപ്പോ തന്നെ പറഞ്ഞെന്താ അറിയോ, ഈ നാട്ടിലുള്ള ആളുകളൊക്കെ പാവങ്ങളായ ആളുകളാന്നാ. എന്നിരുന്നാലും നല്ല ഒരുമയോട് കൂടിയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു ഉസ്താദേ എന്ന് വളരെ ആവേശത്തോടു കൂടിയാ പറഞ്ഞത്. അപ്പൊ ഇൻഷാ അല്ലാഹ് സഹോദരിമാർ നാളെ നിങ്ങൾ ആ കവർ കൊണ്ടുവന്നിട്ട് അൽഹംദുലില്ലാഹ് സംഘാടകരെ പൊട്ടിച്ചിട്ട് നാളെ ഏതൊക്കെ വിളിക്കണം ഉസ്താദേ, സഹോദരിമാരെ കൊണ്ടുവന്ന കാശോട് കൂടി അൽഹംദുലില്ലാഹ് ഇത് സിലിണ്ടർ വാങ്ങാനുള്ളതും അതുപോലെ തന്നെ ഒരുപാട് മെഡിക്കൽ ഉപകരണങ്ങൾ ഒരുപാട് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഒരുപാട് സാധന സാമഗ്രികൾ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വാങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് മുഴുവൻ സഹോദരിമാരോ അതിനുള്ള ആവശ്യമായ ഫണ്ട് നിങ്ങൾ ആ കവറിൽ ഇട്ടുകൊണ്ട് കഴിവിന്റെ പരമാവധി നിങ്ങൾ ഈ മഹത്തായ പരിപാടിയോട് സഹകരിക്കുക, സഹായിക്കുക. ഒരിക്കലും ഒരു രൂപത്തിന് കൊടുത്താലും അത് നഷ്ടപ്പെടൂല, അത് വെറുതെയാകൂല. അത് നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോ, നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ പ്രവർത്തനം കാണുമ്പോ, ദുൽഫുഖാർ എന്ന ചാരിറ്റി സംഘടനയുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോ നമുക്കറിയാലോ, ഒരു രൂപയും വെറുതെ പോകൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളൊക്കെ കൊടുക്കുന്ന സദഖ മഖബൂലായ ഒരു അമലായി നമ്മൾ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് കണ്ണീരിൽ കുതിർന്ന കസവ് തട്ടം എന്ന കഥയുടെ ക്ലൈമാക്സിലേക്ക് വരിക. മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ മക്കളുടെ സലാത്തിൽ നബിയനാ റസൂലുള്ളാഹി ഖാതിമുൽ വറാ ത്വഹ റസൂലുള്ളാഹി ഷഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബ, ഏതാണ് ആ മുഖമുടിക്കാരൻ? അയാൾ ഉറക്കെ തക്ബീറുകൾ ചൊല്ലുന്നല്ലോ, അതുകൊണ്ട് നിങ്ങൾ ആ മുഖമുടിക്കാരന്റെ പിന്നാലെ അണിനിരക്കുക, അയാളെ നേതാവാക്കുക. അയാൾ തക്ബീറുകൾ ചൊല്ലുമ്പോൾ നിങ്ങൾ ഉറക്കെ തക്ബീറുകൾ ചൊല്ലുക എന്ന് പറഞ്ഞപ്പോ സർവ്വ സ്വഹാബത്തെ കിറാമോ ആ മുഖമുടിക്കാരൻ നേതാവാക്കി. അതോടുകൂടി ആ മുഖമുടിക്കാരൻ ചിന്തിച്ചു,
ചിന്തിക്കുന്നു, അല്ലാഹ് സ്വഹാബത്തെ കിറാം മുഴുവൻ എന്നെ നേതാവാക്കി വെച്ചിരിക്കുന്നു, ഇനി ഈ പടക്കളത്തിന്റെ വിജയം അതെന്റെ കൈകളിലാ. ഇത് മനസ്സിലാക്കിയ മുഖമുടിക്കാരൻ ആ പടക്കളം പിടിച്ച് കുലുക്കാൻ തുടങ്ങി. ആ പടക്കളം തന്റെ കരവലയത്തിൽ ഒതുക്കി കരിമ്പിൻ തോട്ടത്തിലേക്ക് കടന്ന കാട്ടാനയെ പോലെ അല്ല, വെള്ളാനയുടെ ശക്തിയായിരുന്നു മഹാനായ മുഖമുടിക്കാരന്. തന്റെ ഇടത് കൈയിലുള്ള പരിച അത് വലിച്ചെറിഞ്ഞ് രണ്ടാമത്തെ ഘടകം കൈയിലേക്ക് പിടിച്ചുകൊണ്ട് മഹാനായ മുഖമൂടിക്കാരന് ആവേശത്തോടുകൂടി അതാ രണ്ട് കയ്യിലും ഘടകം പിടിച്ചുകൊണ്ട് ശക്തിയായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോ തന്റെ മുമ്പിലേക്ക് ഒരു ശത്രു ആര് തന്നെയാണെങ്കിലും അയാളുടെ കൈ, അയാളുടെ കാല്, അയാളുടെ തല അതാ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് അതാ ബോൾ തെറിച്ചു പോകുന്ന രൂപത്തിൽ തലകൾ ദൂരേക്ക് തെറിച്ചു പോകാൻ തുടങ്ങി. മഹാനായ മുഖമൂടിക്കാരൻ കയ്യും മെയ്യും മറന്നുകൊണ്ട് ശക്തിയായി പോരാട്ടം നടത്തിയപ്പോ അബൂ സുഫിയാൻ പടയാളി ചിന്തിക്കുന്നു, ഏതാണ് ഈ മുഖമൂടിക്കാരൻ? ഇയാൾ എവിടുന്ന് വന്നു? ഇയാളെ കൊണ്ട് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അയാളെ തോൽപ്പിച്ച് പരാജയപ്പെടുത്താൻ അതും സാധ്യമല്ല. നമുക്ക് പരാജയം സംഭവിക്കാൻ പോകുന്നു, നമ്മൾ പിന്തിരിഞ്ഞ് ഓടേണ്ടി വരും. ഇത് മനസ്സിലാക്കിയ അബൂ സുഫിയാൻ, തന്ത്രജ്ഞനായിരുന്ന അബൂ സുഫിയാൻ അതാ അവിടെ ചതിക്കാൻ ഒരുങ്ങുകയാണ്. ഒരു ചതി പ്രയോഗം നടക്കുകയാണ്. അമ്പെയ്ത്തിന് വിദഗ്ധരായ ഏതാനും കുറച്ച് ആളുകളെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു, കണ്ടോ ആ മുഖമൂടിക്കാരൻ, അയാൾ ശക്തിയായി പടപൊരുന്നുണ്ട്. അയാൾ ആരാണെന്ന് അറിയില്ല, പക്ഷെ അയാളുടെ യുദ്ധ പാടവത്തിന്റെ മുമ്പിൽ നമ്മൾ പരാജയം സംഭവിക്കാൻ വേണ്ടി പോവുക. അയാൾ യുദ്ധം ചെയ്യുമ്പോ നിങ്ങളൊരു ഭാഗത്ത് മാറി നിന്നുകൊണ്ട് ആ മുഖമൂടിക്കാരൻ നെഞ്ചിലേക്ക് നിങ്ങൾ അമ്പെയ്യുക, അസ്ത്രങ്ങൾ എയ്യുക എന്ന് പറഞ്ഞപ്പോ ആ മുഖമൂടിക്കാരൻ ഇതൊന്നും അറിയാതെ, ഒരു ചതി മാറി നിൽക്കുന്നത് അറിയാതെ ആ മുഖമൂടിക്കാരൻ കയ്യും മയ്യും മറന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ ദീനിനെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം ആവേശത്തോടു കൂടി രണ്ട് കയ്യിലും ഘടകം പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോ അതാ അമ്പെയ്ത്തിന് വിദഗ്ധരായ അബൂ സുഫിയാൻ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ ഒരു ഭാഗത്ത് ഒളിഞ്ഞിരുന്നുകൊണ്ട് മഹാനായ മുഖമൂടിക്കാരൻ നെഞ്ചിലേക്ക് അതാ 100 കണക്കിന് അസ്ത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോ അതിൽ നിന്നൊരു അസ്ത്രം മഹാനായ മുഖമൂടിക്കാരൻ നെഞ്ചിലേക്ക് മഹാനായ മുഖമൂടിക്കാരൻ നെഞ്ചിലേക്ക് ആ അസ്ത്രം തെറിച്ചപ്പോ മഹാനായ മുഖമൂടിക്കാരൻ ആ കുതിരപുറം താഴേക്ക് വീണു. ഇതോടുകൂടി പടച്ച റബ്ബ് ശത്രുക്കളുടെ മനസ്സിലേക്ക് എന്തോ ഒരു ഭയം, ഒരു പേടി ഇട്ടുകൊടുത്തു. അതോടുകൂടി അവരെല്ലാവരും പിന്തിരിഞ്ഞു ഓടി. യുദ്ധം അവസാനിച്ചു. ആരൊക്കെയാണ് പടക്കളത്തിൽ ഷഹീദായെന്ന് അറിയാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തെ കിറാമും കരഞ്ഞ കലങ്ങി കണ്ണുമായി ആ പടക്കളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോ ചുടുചോര ചിന്തി മണൽ കാട്ടിൽ പടധ്വനിയൊക്കെ തീർന്നു. മണൽ തട്ടിൽ ആരൊക്കെ വീണു മരിച്ചെന്നറിയുവാൻ ആരംഭദൂത ചെന്നു അവിടത്തിൽ. ആരൊക്കെ വീണു മരിച്ചെന്നറിയുവാൻ ആരംഭദൂതർ ചെന്നു അവിടത്തിൽ. മാറിട അമ്പേറ്റ് പൊട്ടി പൊളിഞ്ഞുള്ള ധാരെന്നറിയുവാൻ ആയി റസൂലുള്ള. മാറിട അമ്പേറ്റ് പൊട്ടി പൊളിഞ്ഞുള്ള ധാരെന്നറിയുവാൻ ആയി റസൂലുള്ള. മുഖമൂടി മെല്ലെ എടുത്ത് കുടഞ്ഞു മുത്ത് റസൂലുള്ള. പൊട്ടിക്കരഞ്ഞു. മുഖമൂടി മെല്ലെ എടുത്ത് കുടഞ്ഞു മുത്ത് റസൂലുള്ള. പൊട്ടിക്കരഞ്ഞു. ആരെല്ലാം പടക്കളത്തിൽ ഷഹീദായെന്ന് അറിയാൻ വേണ്ടി അള്ളാന്റെ റസൂലും സ്വഹാബത്തെ കിറാമും നോക്കുമ്പോ ഒരു ശബ്ദം കേട്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അള്ളാന്റെ റസൂലും സ്വഹാബത്തെ കിറാമും ഓടിച്ചെന്നു. ആ മുഖമൂടിക്കാരൻ അദ്ദേഹത്തിന്റെ നെഞ്ചിലേറ്റ അമ്പ് അള്ളാന്റെ റസൂലും ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് വലിച്ചൂരിയെടുത്തു. ഏതാണ്, ആരാണ് ഈ മുഖമൂടിക്കാരൻ?
അതറിയാൻ വേണ്ടി അള്ളാന്റെ റസൂല് ആ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് ആ മുഖംമൂടി പതുക്കെ കൊണ്ട് വലിച്ചു മാറ്റി. ആര്? എന്റെ പ്രിയപ്പെട്ട സാധോ, എന്തിനു വേണ്ടിയാ സാഹിദേ നിങ്ങൾ ഈ പടക്കളത്തിലേക്ക് വന്നത്? ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത് കല്യാണ മണ്ഡപത്തിലേക്കല്ല സാഹിദേ. എന്തിനു വേണ്ടിയാണ് സാഹിദേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഞാൻ അറിയാതിരിക്കാൻ വേണ്ടിയല്ലേ സാഹിദേ നിങ്ങൾ ഈ മുഖംമൂടി ധരിച്ചത്? എന്തിനു വേണ്ടി? അള്ളാന്റെ റസൂല് പൊട്ടി പൊട്ടി കരഞ്ഞപ്പോ സ്വഹാബത്തെ കിറാം ഉറക്കെ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. അള്ളാന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ കരയരുത്. ലാ റദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത. അല്ലാഹുവിന്റെ തീരുമാനം അത് നടക്കുക തന്നെ ചെയ്യും. നമുക്ക് മഹാനായ സഅദ് റളിയല്ലാഹുവിന്റെ മയ്യത്ത് മറമാടാനുള്ള ഏർപ്പാടുണ്ടാക്കാം. അള്ളാന്റെ റസൂലും സ്വഹാബത്തെ കിറാമും ആ മയ്യത്തുമായിട്ട് പള്ളിപ്പറമ്പിലേക്ക്. ഈ സമയം നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് അംർ ഇബ്നു വഹബിന്റെ വീട്ടിലേക്കാണ്. അവിടെ മനോഹരമായ രൂപത്തിൽ കല്യാണ പന്തലൊരുക്കിയിട്ടുണ്ട്. റുഖിയ ബീവി നല്ല മണവാട്ടിയെ പോലെ ചമയിച്ചൊരുക്കിയിട്ടുണ്ട്. കൈ നിറയെ മൈലാഞ്ചി കുത്തിയിട്ടുണ്ട്. നല്ല പട്ടിന്റെ വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. അത്ര പൂഷിയിട്ടുണ്ട്. ചുറ്റുഭാഗത്തും തോഴിമാരുന്നുകൊണ്ട് അവർ ഒപ്പന പാടുന്നു, അഥവാ ദഫ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ പെൺകുട്ടി ചിന്തിക്ക, എന്റെ ബാപ്പ കുറെ സമയമായല്ലോ പുറത്തേക്ക് പോയിട്ട്, വാപ്പാനെ കാണുന്നില്ലല്ലോ. ഇവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, അവരൊക്കെ സ്വീകരിക്കേണ്ട ബാധ്യത എന്റെ വാപ്പാക്കല്ലേ. ഉമ്മ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി, എന്റെ വാപ്പാക്ക് എന്ത് പറ്റി? ആ പെൺകുട്ടി നോക്കുമ്പോണ്ട് സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടി പുറത്തേക്ക് പോയ തന്റെ പിതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്ന കാഴ്ച. പെൺകുട്ടി ഓടി ചെന്നു, വാപ്പ എന്താ വാപ്പ, എന്തിനാ വാപ്പ കരയണത്? ഇല്ല ഇല്ല മോളെ, വാപ്പ കരയുന്നില്ലല്ലോ. എനിക്കറിയാം, ഇങ്ങോട്ട് നോക്ക്. പാപ്പാന്റെ മോള് പുതിയ ഡ്രസ്സൊക്കെ അണിഞ്ഞിരിക്കുന്നു, കൈ മൈലാഞ്ഞിട്ടിരിക്കുന്നു, അത്ര പൂഷിരിക്കുന്നു. എന്താ വാപ്പാക്കൊരു സന്തോഷമില്ലാത്തത്? എന്താ വാപ്പ പറ വാപ്പ, എന്താ പറ്റിയത്? വാപ്പാക്ക് ഈ കല്യാണം ഇഷ്ടപ്പെട്ടില്ലേ, വിവാഹം? എങ്കിൽ വേണ്ട വാപ്പ, നമുക്ക് ഈ വിവാഹം വേണ്ട. ഞാൻ പോകാം റസൂലിന്റെ അടുക്കലേക്ക്, എന്നിട്ട് ഞാൻ പറയാം എന്റെ വാപ്പാക്ക് ഇഷ്ടപ്പെടാത്തൊരു വിവാഹം എനിക്ക് വേണ്ട പ്രവാചകരെ എന്ന്. എന്റെ വാപ്പ എന്ത് പറ, ഒന്ന് പറ വാപ്പ, എന്താ പറ്റിയത്? ചിന്തിക്കുന്നു, പടച്ചോനെ ഞാൻ എന്താ എന്റെ മകളോട് പറയേണ്ടത്? അല്ലാ, ലോകത്തൊരു വാപ്പാർക്കും ഈ ഒരു ഗതി കൊടുക്കല്ല അല്ലാ, പറ വാപ്പ. അവസാനം അംർ ഇബ്നു വഹബ് പറഞ്ഞു, മോളെ ഈ വിവാഹം നടക്കൂല. എന്തുകൊണ്ട് നടക്കൂല? ആരാ വാപ്പ എന്റെ വിവാഹം മുടക്കിയത്? എന്റെ വിവാഹം മുടക്കാൻ മാത്രം ഏത് പറമാണിയാ വാപ്പ ഈ നാട്ടിലുള്ളത്? അള്ളാന്റെ റസൂൽ അല്ല വാപ്പ എന്റെ വിവാഹം നിശ്ചയിച്ചത്. അള്ളാന്റെ റസൂൽ നിശ്ചയിച്ച വിവാഹം മുടക്കാൻ പറ്റും? അങ്ങനത്തെ ഒരു പറമാണി നാട്ടിലുണ്ടോ? പറ വാപ്പ, ആരാ എന്റെ വിവാഹം മുടക്കിയത്? എന്തുകൊണ്ട് എന്റെ വിവാഹം നടക്കൂല? മറുപടി പറയാൻ അംർ ഇബ്നു വഹബിന് കഴിഞ്ഞില്ല. ഇറങ്ങി നടക്കാൻ തുടങ്ങി. തൊട്ടു പിന്നാലെ റുഖിയ ബീവിയും. എനിക്കറിയണം, ഞാൻ പോകും അല്ലെങ്കിൽ റസൂലിന്റെ അടുക്കലേക്ക്. അള്ളാന്റെ റസൂലിനോട് ഞാൻ ചോദിക്കും, അള്ളാന്റെ പ്രവാചകരെ ആരാ എന്റെ വിവാഹം മുടക്കിയത്? എനിക്ക് അറിഞ്ഞേ പറ്റൂ, പറ വാപ്പ. അവസാനം വാപ്പ ഇറങ്ങി ഓടാൻ തുടങ്ങി. തൊട്ടു പിന്നാലെ റുഖിയ ബീവിയും. രണ്ടുപേരും ഓടി 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 പെട്ടെന്ന് അവിടെ നിന്നു. അവർ കാണുന്ന കാഴ്ച അള്ളാന്റെ റസൂലും സ്വഹാബത്തെ കിറാമും ഒരു മയ്യത്തുമായിട്ട് പോകുന്ന കാഴ്ച. വാപ്പാ, ആരാ വാപ്പ മയ്യത്ത് കട്ടില്ലല്ലോ? ആരുടെ മയ്യത്താ വാപ്പ കൊണ്ടുപോകുന്നത്? ആരാ വാപ്പ മരിച്ചത്? മോളെ, ഒരു യുദ്ധമുണ്ടായിരുന്നു. അതെ, ആ യുദ്ധത്തിൽ ഷഹീദായ മഹാനായ സഅദ് സലമി റളിയല്ലാഹുവിന്റെ മയ്യത്താണ് മോളെ ആ മയ്യത്ത് കട്ടിൽ. ബാപ്പാ, ആ പെൺകുട്ടി ബോധരഹിതമായി താഴേക്ക് വീണപ്പോ അംർ ഇബ്നു വഹബ് ചേർത്ത് പിടിച്ചു, തന്റെ മാറിലേക്ക് അണഞ്ഞൊട്ടി വെച്ചു. അള്ളാന്റെ റസൂലും സഹാബത്തേക്ക് പള്ളിപ്പറമ്പിലേക്ക് ഖബർ റെഡിയാക്കി. അള്ളാന്റെ റസൂല് അടിഖബറിലേക്ക് ഇറങ്ങി ഷറഫാക്കപ്പെട്ട കൈകളെ കൊണ്ട് ആ മയ്യത്ത് വാങ്ങി ഖബറിലേക്ക് വെച്ചു. സ്വഹാബത്തെ കിറാം മൂടുകല്ലെടുത്ത് കൊടുക്കുന്നു. അള്ളാന്റെ റസൂല് ഓരോ മൂടുകല്ലും എടുത്ത് ഭദ്രമാക്കി വെച്ചു. അവസാനത്തെ മൂടുകല്ലെടുത്ത് റസൂലുള്ളാന്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്തപ്പോ അള്ളാന്റെ റസൂല് ആ മൂടുകല്ല് ഖബറിലേക്ക് വെക്കാൻ ഒരുങ്ങി. പെട്ടെന്ന് അള്ളാന്റെ റസൂല് ആ മൂടുകല്ല് പുറത്തേക്ക് ഇടുകയും ആ ഖബറിൽ നിന്ന് കയറുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, സ്വഹാബ,
ഇല്ല, നിങ്ങൾ പൂർത്തിയാക്കുക. ഇത് കണ്ടതോടുകൂടി സർവ്വ സ്വഹാബത്തെ കിറാം പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. പടച്ചോനെ, ഞങ്ങളുടെ കൂട്ടുകാരൻ എന്ത് തെറ്റ് ചെയ്തു? അള്ളാന്റെ റസൂൽ ഇന്നേവരെ ഒരു മയ്യത്ത് പരിപാലനത്തിന് വേണ്ടി കബറിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാതെ അള്ളാന്റെ റസൂൽ ഇതുവരെ കയറിയിട്ടില്ല. പടച്ചോനെ, ഞങ്ങളുടെ കൂട്ടുകാരൻ എന്ത് തെറ്റ് ചെയ്തു? പൊറുക്കണേ അല്ലാ. സർവ്വ സ്വഹാബത്തെ കിറാം പൊട്ടിക്കരഞ്ഞപ്പോ 1-2 സ്വഹാബത്തെ കിറാം അടിക്കബറിലേക്ക് ഇറങ്ങി അവസാനത്തെ മൂടുകല്ലും വാങ്ങിവെച്ചു. ഓരായങ്ങളെല്ലാം ചളിവാരി തേച്ചു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. ദുഃഖപൂരിതമായ അന്തരീക്ഷത്തിൽ മഹാനായ സഅദ് റളിയല്ലാഹുവിന്റെ മയ്യത്ത് മാറമാടി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ, നിങ്ങളൊക്കെ വീട്ടിലേക്ക് പോകണം. ഒരു യുദ്ധമുണ്ടായി എന്നുള്ള വിവരം നാട്ടിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ആ യുദ്ധത്തിലേക്ക് വന്ന വാപ്പാനെ പ്രതീക്ഷിച്ചുകൊണ്ട് മക്കൾ വീട്ടിലുണ്ടാവും. മക്കളെ പ്രതീക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കൾ കാത്തിരിക്കുന്നുണ്ടാവും. ആ യുദ്ധത്തിലേക്ക് വന്ന ഭർത്താക്കന്മാരെ അന്വേഷിച്ചുകൊണ്ട് ഭാര്യമാര് കാത്തിരിക്കുന്നുണ്ട്. എല്ലാവരും വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്തെ കിറാം പറഞ്ഞില്ല, ലാ യാ റസൂലല്ലാഹ്, അള്ളാന്റെ പ്രവാചകരെ, ഞങ്ങൾ ആരും തിരിച്ചു പോകാൻ വേണ്ടി വന്നവരല്ല. ഒരു സ്വഹാബി പറഞ്ഞു, അള്ളാന്റെ റസൂലെ, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരായുധമില്ല. എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പാറക്കഷ്ണം. ഈ പാറക്കഷ്ണവുമായി പടക്കളത്തിലേക്ക് ഞാൻ വന്നു. എന്തിനു വേണ്ടി? ശത്രു എന്റെ അടുക്കിലേക്ക് വരുമ്പോ ആ പാറക്കല്ലുകൊണ്ട് അയാളെ എറിയുക. അയാൾക്ക് ദേഷ്യം പിടിച്ച് അയാൾ എന്നെ കൊല്ലും. എനിക്ക് സുവലോക സ്വർഗത്തിലേക്ക് പോവാം. ഇങ്ങനെ വന്നതാ ഞങ്ങൾ. പക്ഷെ ഞങ്ങളൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് സഅദ് റളിയല്ലാഹുവിന് മുൻകടന്നു പോയി. അതിലല്ല നബിയെ ഞങ്ങളെ വിഷമം. അള്ളാന്റെ റസൂൽ ഇന്നേവരെ ഒരു മയ്യത്ത് പരിപാലനത്തിന് വേണ്ടി അടിക്കബറിലേക്ക് ഇറങ്ങിയാൽ അത് പൂർത്തിയാക്കാതെ കയറാറില്ല. ഞങ്ങളുടെ കൂട്ടുകാരൻ എന്ത് തെറ്റ് ചെയ്തു? അത് ഞങ്ങൾക്ക് അറിയണം. മയ്യത്ത് പരിപാലനം പൂർത്തിയാക്കാതെ എന്തുകൊണ്ട് അങ്ങ് കബറിൽ നിന്ന് കയറി പോന്നു? ഞങ്ങൾക്ക് അറിയണം നബിയെ, ഞങ്ങളുടെ കൂട്ടുകാരൻ എന്ത് തെറ്റാ ചെയ്തത്? ഇത് കേട്ടപ്പോ അള്ളാന്റെ റസൂൽ ചോദിച്ചു, സ്വഹാബ, നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് നിങ്ങളുടെ കൂട്ടുകാരനെ പറ്റി? നിങ്ങളുടെ കൂട്ടുകാരന്റെ മയ്യത്ത് മറമാടാൻ വേണ്ടി അടിക്കബറിലേക്ക് ഞാൻ ഇറങ്ങി എന്നുള്ളത് വാസ്തവമാണ്. ഓരോ മൂടുകല്ലും വെച്ച് അവസാനത്തെ മൂടുകല്ല് ഞാൻ ആ കബറിലേക്ക് വെക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും ആ കബറിലേക്ക് സുവലോക സ്വർഗത്തിന്റെ കവാടം തുറന്നു വെച്ചു സ്വഹാബ. ആ കവാടത്തിലൂടെ ഹൂറിലീങ്ങളാകുന്ന സ്ത്രീകള് ജാഥയായി വരികയും മഹാനായ സഅദ് റളിയല്ലാഹുവിന്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് എനിക്ക് വേണം, എനിക്ക് വേണം എന്ന് പറഞ്ഞ് ആ ഹൂറിലീങ്ങളാകുന്ന പെണ്ണുങ്ങൾ വാശി പിടിക്കുന്നത് കണ്ടപ്പോ അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എനിക്ക് ആ മൂടുകല്ല് വെക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി പോന്നത്. നിങ്ങൾക്ക് ഹൂറിലീങ്ങളെ കാണാൻ കഴിയൂല, അതുകൊണ്ട് നിങ്ങൾക്ക് മറമാടാൻ കഴിഞ്ഞു. എനിക്ക് അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ മൂടുകല്ല് വെക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കയറി പോകുന്നത്. അതുകൊണ്ട് സ്വഹാബ, സന്തോഷിക്കൂ സ്വഹാബ, നിങ്ങളുടെ സുഹൃത്ത് സുവലോക സ്വർഗത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു സ്വഹാബ. ഇത് കേൾക്കേണ്ട താമസം സർവ്വ സ്വഹാബത്തും മനസ്സറിഞ്ഞു പറഞ്ഞു അൽഹംദുലില്ലാഹ്. ഉടനെ അള്ളാന്റെ റസൂൽ പ്രാർത്ഥിച്ചു, സ്വഹാബ, മഹാനായ സഅദ് റളിയല്ലാഹുവിനോട് കൂടെ സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയും പടച്ച റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദുആ ചെയ്യാം. മക്കൾ ആമീൻ പറയും. മഹാനായ സഅദ് റളിയല്ലാഹുവിനോട് കൂടെ സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെയും നമ്മുടെ മാതാപിതാക്കള്, കൂട്ടുകുടുംബാദികള്, അയൽവാസികളെ പടച്ച റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.